നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. സംസരസ്വത്യേ നമഃ. ശ്രീഹരയേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ യദന്യത് തന്വാവാച ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തൽ പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തൽ സ്വച്ഛത്വാത് യദച്ഛാദിത പരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാ രമന്തെ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്രീഹരയേ നമഃ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലിസുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുത്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വജഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാവീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതി അസതി കൽപ്പാവികൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ രൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹം അന്തസ്സിഞ്ചൽ സഞ്ചിന്തകാനാം വപു അനുകലയേ മാരുതാകാരനാഥ. കഷ്ടാത്തെ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതം അജിത മയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച
പീത്വാ പരമ രസസുധാംഭോധിപൂരേ രമേരൻ നമ്രാണാം സന്നിധൽസേ സതതമപി പുരഃ തൈരനഭ്യർത്ഥിതാനപ്യർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമം അഭിലഷതി വ്യർത്ഥമർത്ഥ്യവ്രജോയം കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോബീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ ഐശ്വര്യം ശങ്കരാദീശ്വരവിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാതാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പാ ശരണം. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം നാരായണീയത്തിലെ രണ്ടാമത്തെ ശ്ലോകമാണ്. ഒന്നാമത്തെ ശ്ലോകത്തിൽ കിട്ടിയ ആ പരമമായിട്ടുള്ളൊരു തിരിച്ചറിവുണ്ട് നമുക്ക്. അതിൻ്റെ ആ തിരിച്ചറിവ് ബ്രഹ്മമാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനോട് നമ്മളൊരു സാധാരണക്കാരൻ എങ്ങനെയാണ് പ്രതികരിക്കുക? ധാർമ്മികമായിട്ട് പ്രതികരിക്കണം, നമ്മുടെ നിലനിൽപ്പനുസരിച്ചിട്ടും പ്രതികരിക്കണം. ഇതിൻ്റെ അർത്ഥം ഓരോരുത്തർക്കും ഓരോ പോലെയാണെന്നാണ് പറയുക. അർത്ഥം മാറും. പരബ്രഹ്മം സാക്ഷാത്തായിട്ട് ഗുരുവായൂരിൽ വിളങ്ങണു എന്ന് പ്രഖ്യാപിച്ചു ഒന്നാമത്തെ ശ്ലോകത്തിൽ. അങ്ങനെ പുറത്ത് കണ്ടതിന് ശേഷം ഭട്ടതിരി ആ നോട്ടത്തിന് നേരെ അകത്തേക്ക് തിരിക്കുകയാണ്. അന്തരാർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അകത്ത് കണ്ടതിന് ഒന്നുകൂടെ ചുഴിഞ്ഞു നോക്കുകയാണ്. ഇതൊക്കെയാണെന്ന് പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ മനസ്സിലാക്കണം അതെങ്ങനെ എന്ന് നോക്കുമ്പോൾ മനുഷ്യൻ്റെ സെലക്ഷൻ പ്രോസസ്സുകളെ കുറിച്ചിട്ട് വിലപിക്കുകയാണ്, ചോദ്യം ചെയ്യാണ്. നമ്മൾ വേണ്ടാത്തതിനെ വേണമെന്ന് വെക്കുകയും വേണ്ടതിനെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. വില കൊടുക്കാൻ പാടില്ലാത്തതിന് വില കൊടുക്കുകയും വില കൊടുക്കേണ്ടതിനെ പുച്ഛിക്കുകയും വില കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അതുകൊണ്ട് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിനെ ഭട്ടതിരി ചോദ്യം ചെയ്യണു. ഇതിൽ സത്യം പറഞ്ഞാൽ ഭട്ടതിരിയുടെ വിനയം എത്രമാത്രമാണെന്ന് മനസ്സിലാവും. വിനയം ഉണ്ടാവുമ്പോൾ വ്യക്തത വരും. അഹങ്കാരം വന്നാൽ പുകമറ ഒന്നും മനസ്സിലാവില്ല. ഭഗവാന്റെ മുന്നിൽ വിനയം എത്രമാത്രം വേണം എന്നുള്ള ബോധം വേണം. ഓർക്കണം, ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മറക്കരുത്. ഒന്നാമത്തെ ദിവസത്തെ രണ്ടാമത്തെ ശ്ലോകമാണ്. ഭട്ടതിരി വന്ന് ഇരുന്നിട്ടേ ഉള്ളൂ. ആ ഗുരുവായൂർ ചുറ്റമ്പലത്തിൽ ഞാൻ പറഞ്ഞു ഇന്നലെ, ആദ്യത്തെ ദിവസങ്ങളിൽ വാഴയുടെ വശത്ത് കൂടെ ഉമിനീരൊലിച്ചിരുന്നത് കൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലല്ല ഇരുന്നത്. ഒരു ഓലക്കുട വെച്ച് കൊടുത്തിട്ട് ചുട്ടുപൊള്ളണ മണലാണ് പീഠമിട്ടിട്ട് ഇരുത്തിയിരുന്നത് അനിയൻ. അവിടെ ഇരുന്നിട്ട് എഴുതുന്നതാണിത്. ആ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ബുദ്ധി അപ്പോഴും സൂക്ഷ്മമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കണമെന്നുള്ളതിൻ്റെ ലക്ഷണമാണത്. അതിൻ്റെ അർത്ഥം നിരുക്തം നോക്കുമ്പോൾ നമ്മൾ ഏവം എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് തുടങ്ങണം. ഇപ്രകാരം, അതായത് ആദ്യത്തെ ശ്ലോകമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ചന്ദ്രാനന്ദബോധാത്മകം എന്നൊക്കെ പറഞ്ഞിട്ട് ഹന്തഭാഗ്യം ജനാനാം, ഇങ്ങനെ ഞാൻ മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ എന്ന് ഭട്ടതിരി അതിനെ ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്രകാരം ഏവം ദുർലഭ്യ വസ്തൂൻ, ഈ ശ്ലോകത്തിനെ തൊട്ടു മുമ്പത്തെ ശ്ലോകമായിട്ട് ബന്ധിപ്പിച്ചിട്ട് അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഞാൻ നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ
അപൂർവമായിട്ടുള്ള സത്യം, അതാണ് ദുർലഭ്യ വസ്തു. അപൂർവമായിട്ടുള്ള സത്യം. ബ്രഹ്മം അപൂർവമാണ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് കിട്ടാൻ വളരെ ക്ഷാമമുള്ളതുകൊണ്ടോ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടോ അല്ല, അതെവിടെ ഒളിച്ചിരിക്കണോണ്ടല്ല. അതിനെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സ് സദാ വിസമ്മതിക്കുന്നത് കൊണ്ടാണ് അത് ദുർലഭ്യ വസ്തുവായത്. അതിനെ തിരിച്ചറിയാൻ നമ്മുടെ മനസ്സ് സമ്മതിച്ചാൽ അത് സുലഭ വസ്തുവാണ്. അതില്ലാത്തൊരു സ്ഥലമില്ല. നേരത്തെ അവ്യാര് കാല് നീട്ടി വെച്ച്, നമ്മൾ കാല് നീട്ടി വെച്ചാൽ ശിവലിംഗം മുളയ്ക്കുമോ? അതെന്താ? നമ്മുടെ മനസ്സ് എല്ലാവിടെയും ശിവനുണ്ടെന്ന് അംഗീകരിക്കാത്തോണ്ടാ. അത് നമ്മുടെ പ്രശ്നമാണ്. അവയാരുടെ മനസ്സിൽ എവിടെയും ശിവനുണ്ട്, അതുകൊണ്ട് കാല് നീട്ടി വെച്ച ഉടക്ക ശിവലിംഗം വന്നു. ഇത് കഥയല്ലേ, പറയാൻ എളുപ്പമാണെന്ന് പറയും. അഭ്യസിച്ചു നോക്കൂ, അനുഭവത്തിൽ വരും. അതാണ് അതിൻ്റെ ബ്യൂട്ടി. അപ്പോൾ മനസ്സ് ശാന്തമായിരിക്കാൻ വിസമ്മതിക്കുന്നത് കൊണ്ട് മാത്രമാണ് ബ്രഹ്മം ദുർലഭ്യ വസ്തു ആവണത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഭട്ടതിരി പറയും അഭി ഏവം ദുർലഭ്യ വസ്തു അഭി. അങ്ങനെയൊക്കെ ആണെങ്കിലും അത്ര ദുർലഭമായിട്ടും സുലഭതയാ, വളരെ എളുപ്പത്തിൽ, യാതൊരു പ്രയത്നം ഇല്ലാണ്ട്, എഫർട്ട് ഇല്ലാണ്ട്, ഹസ്തലബ്ധേ, കൈവെള്ളയിൽ വെച്ച് തന്നതുപോലെ. എന്തൊരു അത്ഭുതമായിട്ടുള്ള പ്രയോഗിച്ചിരിക്കണം നോക്കൂ. കിട്ടാൻ വളരെ കഷ്ടം, മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. എന്നാൽ അത് എല്ലാവിടെയും ഉള്ളതാണെന്ന് വ്യംഗ്യം. എന്നിട്ട് പറയുക ഇത് കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് തന്നിട്ടുള്ള മാതിരി അത്രയും എളുപ്പത്തിൽ കിട്ടുകയാണെന്ന്. അങ്ങനെ കിട്ടുന്ന പരമമായിട്ടുള്ള ആ സത്യത്തെ, ഈശ്വരകൃപയെ ഭട്ടതിരി നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ വെച്ച് തരുന്നു. ഇത് നമ്മുടെ കുഴപ്പമാണ്, നമ്മൾ തിരിച്ചറിയാനിട്ടാണ്. ഓഷോ പറയും ഭഗവാൻ നമ്മുടെ തൊട്ടടുത്ത് നടന്നാൽ പോലും നമുക്ക് തിരിച്ചറിയില്ല. ഇവിടെ നടക്കുന്നുണ്ടാവും. നമ്മുടെ വിചാരം എന്താ വെച്ചാൽ മൂപ്പര് ഓടക്കോളൊക്കെ പിടിച്ച് കിങ്ങിണിയൊക്കെ വെച്ച് ഇങ്ങനെ നടക്കണം എന്നാണ്. അങ്ങേര് പാൻറ്റും ജീൻസൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും, ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ നൂഡിൽസ് ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. ഇത് തിരിച്ചറിയാനുള്ള കണ്ണുണ്ടാവണം, അത്രേ ഉള്ളൂ. നമ്മുടെ പ്രോബ്ലം നമ്മളെല്ലാം ചട്ടക്കൂടുകളാണ്. നമ്മൾ അടിച്ചു വെച്ചിരിക്കുക, ഫ്രെയിം അടിച്ചു വെച്ചിരിക്കുക. മൂപ്പര് ഇങ്ങനെയാണ്, അങ്ങനെ അല്ല, ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് കാണിക്കും ബ്രഹ്മം. അതാണ് ബ്രഹ്മത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണല്ലോ ഗുരുവായൂരപ്പനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും ഒരു പാവം സ്ഥിരം പോയിട്ട് ആരോടോ ചോദിച്ചു അത്ര ഗുരുവായൂർ. അയാൾ പറഞ്ഞു അവസാനം ദേഷ്യമുണ്ട്, എരുമേ മാതിരിക്കുന്നു, ചട്ടി എരുമേ പോലെ ഇരിക്കുന്നു പറഞ്ഞു. അയാൾ വിശ്വസിച്ചു, ശുദ്ധനാണ്. അയാൾ എരുമയുടെ രൂപത്തിൽ ഭഗവാനെ ധ്യാനിച്ചിട്ട് ഗുരുവായൂരപ്പൻ ഒരു എരുമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നമ്മൾ പോലും ചിരിക്കുന്നു. കണ്ടവൻ നമസ്കരിച്ചു, ഭഗവാനെ തിരിച്ചറിഞ്ഞു, പാദത്തിൽ വീണു ഉരുണ്ടു. എരുമയുടെ കുളമ്പ് വീണ ധൂളിയിൽ കിടന്ന് ഉരുണ്ടുന്നാ. സാക്ഷാത്കാരാണേ, ആലോചിച്ച് നോക്കൂ. അപ്പോൾ യദന്യത് യത് അന്യത്, വേറെന്തെങ്കിലും ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, അതേമാതിരി രണ്ടാംകടായിട്ടുള്ള ആരാധനകൾ, നമ്മുടെ ചെതറിക്കിടക്കണ വാക്കുകൾ, ശരീരവും വാക്കും അല്ലെങ്കിൽ മനസ്സ്, ഇതിലൊക്കെ കൂടെ മനുഷ്യൻ കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രികരണങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലേ? ശരീരം, മനസ്സ്, വാക്ക്. ഇത് മൂന്നിനെയും ഭട്ടതിരി അവിടെ ഒന്നിച്ചു കൊണ്ടുവരുവാണ്. തന്വാവാചാധിയാവാ ഭജതി. ഇങ്ങനെ കൈവെള്ളയിലിരിക്കണ ഇതിനെ നമ്മൾ ഈ രണ്ടാംകട ആരാധനകളിൽ കൂടിയും നമ്മുടെ ചില ചെതറിപ്പോയിട്ടുള്ള വഴിപാട് കഴിച്ച് നടത്താൻ നോക്കണ ആഗ്രഹങ്ങളിൽ കൂടിയും ഒക്കെയാണ് ഇത്ര അന്വേഷിക്കണത്. സത്യല്ലേ? അമ്പലത്തിൽ പോകണില്ലേ, വഴിപാട് കഴിക്കണില്ലേ, നമുക്ക് തോന്നിയ മാതിരി എന്തൊക്കെയോ ചെയ്യണു. ഇത് കയ്യിൻ്റെ ഉള്ളിലിരിക്കണു, ഇത് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യണു പറയണു. തമിഴിൽ ചോദിക്കില്ലേ വെക്കമായില്ലേ, നാണം തോന്നണില്ലേ എന്ന് ആ വെക്കമായില്ലേ എന്ന് ചോദിക്കേണ്ട സ്ഥലം ഇവിടെയാണ്. നാണം തോന്നണില്ലേ, ഇങ്ങനെ നശിപ്പിക്കണമല്ലോ എന്നാ ചോദിക്കണത്. ഭജതി, ആരാധിക്കണു, പിന്തുടരണു. തൻ്റെ പ്രാണശക്തിയെ അതിനായിട്ട് വിനിയോഗിക്കണമല്ലോ ഈശ്വരാന്ന്. ഗുരുവായൂരപ്പൻ്റെ ആരാധനയ്ക്ക് വേണ്ടത് ഗുരുവായൂരപ്പനെ തന്നെയാണ്. ഈ പ്രാണശക്തി ഭഗവാനാ. ആ പ്രാണശക്തി എന്തിനാണ് വിനിയോഗിക്കുന്നത്? വളരെ തുച്ഛമായിട്ടുള്ള ആഗ്രഹം സാധിക്കാൻ, കുറേ വഴിപാട് കഴിക്കുക, കുറേ അത് ചെയ്യുക, ഇത് ചെയ്യുക. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡിൻ്റെ, കേരള ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് കമ്മിറ്റികളിലൊക്കെ ഞാൻ വന്നതിന് ശേഷം ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് മാറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വഴിപാട് വിവരം എന്നുള്ള ബോർഡ് മാറ്റാൻ പറഞ്ഞു. വഴിപാട് വെച്ചാൽ പോണ വഴിക്ക് കാര്യം നടത്താനുള്ള കാര്യം എന്നർത്ഥം. സമർപ്പണം നൽകുക, ഓഫറിംഗ് എന്നല്ലേ ഇംഗ്ലീഷിൽ, ഇതിലും നല്ല വാക്കാ ഓഫറിംഗ്. സമർപ്പണം നാക്കണം എല്ലാം. അറ്റ്ലീസ്റ്റ് അത് വായിച്ചിട്ടെങ്കിലും മനസ്സിലൊരു സമർപ്പണം വരട്ടെ. മറ്റേത് ഞാൻ നിനക്ക് തന്നല്ലോ, നിനക്കെന്താ തന്ന എന്നാണ് ഭഗവാനോട് ചോദിക്കണത് അല്ലേ? ആ ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടത് ആ ബോർഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ
ഭട്ടതിരി പറയുക വെറുതെ വേസ്റ്റാക്കി കളയണു ഇതൊക്കെ ചെയ്തിട്ട്. രണ്ടാം കട ആരാധനകൾ, ഭൗതികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ചെതറിക്കിടക്കണ പലതരം ആഗ്രഹങ്ങൾ. യതന്യത് തന്വാവാചാ ധിയാവാ, ശരീരവും വാക്കിനെയും മനസ്സിനെയും ഉപയോഗിച്ച് കഷ്ടപ്പെട്ട് അത് ചെയ്ത് ഇത് ചെയ്ത് ആ അമ്പലത്തിൽ പോയി ഈ പൂജ കഴിച്ച് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് ഈ ഉള്ളം കൈ കിടക്കണതിനെ കാണുന്നതിന് പകരം പ്രാണശക്തിയെ നശിപ്പിക്കണമല്ലോ. എന്നിട്ട് പറയണ ബദ. ഇവിടെ വീണ്ടും ഹന്ത കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാം ശ്ലോകത്തിൽ ബദ ഉപയോഗിച്ചു അദ്ദേഹം. കഷ്ടം എന്നാ പറയണത്. ഇതൊരു ശാപവാക്കായിട്ടല്ല ഉപയോഗിച്ചിട്ടുള്ളത്. ബദശബ്ദം ചിലപ്പോൾ ശാപവാക്കായിട്ടാണ് സംസ്കൃതത്തിൽ ഉപയോഗിച്ച് കാണാറ്. പക്ഷെ ഇവിടെ ശാപവാക്കല്ല പറയണത്, കഷ്ടം. നമ്മളെ നോക്കി പറയാണ്, സങ്കടത്തോടെ പറയണം. സാധാരണ ജനങ്ങൾ. നേരത്തെ ശബ്ദം ഉപയോഗിച്ചു, ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്റ്റിൻ്റെ ശക്തി. ആദ്യത്തെ ശ്ലോകത്തിൽ ഹന്തഭാഗ്യം ജനാനാന്ന് അവിടെ ഉപയോഗിച്ചത് ജനിച്ച് ജീവിച്ച് മരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തു. ഇവിടെ ജനം എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ തന്നെയാണ്. അതിൻ്റെ ലോക്കൽ അർത്ഥത്തിലേക്ക് കൊണ്ടുവന്നു. സാധാരണ ജനങ്ങൾ. ക്ഷുദ്രത ഏവ സ്ഫുടായം. ഇത് ആ ജനങ്ങളുടെ നിസ്സാരത. ക്ഷുദ്രം വെച്ചാൽ പാപം എന്നല്ല, മറിച്ച് ശരിയായിട്ടുള്ള നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വഴിതെറ്റിപ്പോയാൽ നമ്മൾ ക്ഷുദ്രായി. ക്ഷുദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പോകേണ്ട വഴിയിൽ നിന്ന് വഴി മാറിപ്പോയാൽ അത് ക്ഷുദ്രതയായി. അതേതായി പോകേണ്ട വഴി? ഭഗവാനിലേക്കുള്ള വഴി. ഭട്ടതിരി പറയണ സ്വന്തം മഹിമ മറന്നല്ലോ നിങ്ങൾ എന്നാ ചോദിക്കുന്നത്. സ്വന്തം മഹിമ മറന്നല്ലോ. കേൾക്കുമ്പോൾ നല്ല സുഖമല്ലേ? നമ്മൾ മഹാത്മാക്കളെന്നും ഭട്ടതിരി പറയുക. കേൾക്കുമ്പോൾ നല്ല സുഖം. പക്ഷെ നമ്മൾ തന്നെ അത് ഇവിടുന്ന് ഇറങ്ങിയാൽ മറക്കും. ഭഗവാൻ അത് അർജുനെ നോക്കി വിളിച്ചിട്ടുണ്ട്, അമൃതസ്യ പുത്ര എന്ന് അല്ലേ? അമൃതത്തിൻ്റെ മകനെ എന്നാ വിളിച്ച്. നമ്മളെ വിളിച്ച്, അർജുനെ മാത്രമല്ല നമ്മളെ ഒക്കെ വിളിച്ച് അമൃതത്തിൻ്റെ മക്കളെ എന്നാ വിളിച്ച് ഭഗവാൻ. ഭഗവാൻ തന്ന സർട്ടിഫിക്കറ്റാ. പക്ഷെ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് വേണ്ട. നമ്മളത് എവിടെയോ വെച്ചു. ഏതോ ലോക്കറിൽ, ഏതോ ഒരു സൂട്ട് കേസിൻ്റെ ഉള്ളിൽ, ഏതോ ന്യൂസ് പേപ്പറിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട് നമ്മളുടെ മഹിമ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഇവിടെ ഭട്ടതിരി പറയാ സ്വന്തം മഹിമ മറന്നു പോയില്ലേ എന്നാ ചോദിക്കണത്. ഇതാണ് ശ്ലോകത്തിൻ്റെ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ ഏതേതാവത് വയം തൂ. പക്ഷേ ഞങ്ങളാവട്ടെ കുറഞ്ഞ പക്ഷം ഭഗവാനെ ഇത്രയെങ്കിലും കമ്പയർ ചെയ്യണം. അപ്പോഴും ഭട്ടതിരിയിൽ ഭേദഭാവമുണ്ട്. ഞാൻ കുറച്ച് ഉയർന്ന ഭക്തൻ, മറ്റുള്ളവർ അത്ര. ഭക്തന്മാർക്കൊക്കെ ഉണ്ട് ഞങ്ങൾ വലിയ ഭക്തരാണെന്ന്. ഇതിനൊക്കെയാണ് ഗുരുവായൂരപ്പൻ പിന്നീട് അടി കൊടുക്കുന്നത്. ഭട്ടതിരിയുടെ അകത്ത് ഈ ഒരു അഹങ്കാരം കിടപ്പുണ്ട്. ചെറിയ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ. മൂപ്പരുടെ മനസ്സിൽ കൂടെ വേണം നാരായണീയം വായിക്കാമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഭട്ടതിരിയുടെ മനസ്സറിയാണ്ട് നാരായണീയം വായിച്ചിട്ട് നമുക്കൊന്നും കിട്ടില്ല. അദ്ദേഹത്തിന് വരുന്ന കുറവുകളൊക്കെ നമ്മുടെയും കുറവാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്കുള്ള അനുഗ്രഹമാണ്. അദ്ദേഹം പറയണ കാര്യം സാധാരണ സാമാന്യ ജനം ഇങ്ങനെയാണ്. അവർ വഴിപാട് കഴിച്ചിട്ടും അത് ചെയ്തിട്ടും ഇത് ചെയ്തിട്ടൊക്കെ ശരീരത്തിന് പ്രാണശക്തിയെ നശിപ്പിക്കുന്നു, ഉള്ളം കയ്യിൽ അവിടുന്ന് ഉണ്ടായിട്ടും. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ചിലർ നിത്യം നാരായണീയം വായിക്കുക, സഹസ്രനാമൊക്കെ വായിക്കണം അമ്മമാരൊക്കെ പറയും ഞങ്ങളൊക്കെ എന്നാ പറയാം, ഇൻ കോട്ട്സ് അല്ലേ, ഞങ്ങളൊക്കെ നാങ്കയല്ല അല്ലേ, അങ്ങനെയല്ലേ പറയാം. അതൊരു ഗ്രൂപ്പായിരിക്കും അവരെപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് എങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞാൽ സ്ഥിരതര മനസ്സാ, കുറച്ചുകൂടി ഉറച്ച മനസ്സോടെ. ഞങ്ങളൊക്കെ കുറച്ചുകൂടെ ഉറച്ച മനസ്സോടെ. ബട്ട് ഒരു ക്ലെയിം വെക്കുകയാണ് അവിടെ. പൂർണ്ണമായിട്ട് ഉറച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല. അതിനുള്ള സത്യസന്ധത അദ്ദേഹത്തിനുണ്ട്. കുറച്ചുകൂടി ഉറച്ച മനസ്സോടെ, എന്നാൽ കൂടുതൽ സ്ഥിരതയുള്ള മനസ്സ്. കുറച്ചുകൂടെ മറ്റുള്ളവരുമായി പെട്ടെന്ന് ഇളകില്ല. ഞങ്ങൾ കുറച്ചുകൂടെ സ്ഥിരതയുള്ളവരാണ്. മാനുഷികവും കുറച്ച് സത്യസന്ധമായിട്ട് പറയുക. വിശ്വപീഡാപഹത്യൈ, ലോകത്തിൻ്റെ ദുരിതങ്ങൾ നീങ്ങണേനായിട്ട് ഭട്ടതിരി ആദ്യമായിട്ട് സങ്കല്പം പറയുകയാണ്. നമ്മൾ ഏത് പൂജ കഴിക്കുമ്പോഴും ആദ്യം സങ്കല്പം പറയും അല്ലേ? ആദ്യമായിട്ടാണ് സങ്കല്പം പറയണത്. എന്താ സങ്കല്പം? എൻ്റെ വാതരോഗം മാറാനായിട്ട് എന്നല്ല പറഞ്ഞത്. വിശ്വപീഡാപഹത്യൈ, വിശ്വത്തിൻ്റെ പീഡയെ നശിപ്പിക്കാൻ. എന്താ ലോകപീഡാപഹത്യ എന്ന് പറയാഞ്ഞേ? എന്താ പ്രപഞ്ച പീഡാപഹത്യ എന്ന് പറയാഞ്ഞേ? എന്താ വിശ്വപീഡാപഹത്യ എന്ന് പറഞ്ഞു? വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഒന്നാമത്തെ നാമം എന്താ? വിശ്വം അല്ലേ? ഓംകാരമായിട്ടുള്ള ശബ്ദബ്രഹ്മമായിരിക്കുന്ന വസ്തു കാണാവുന്ന പ്രപഞ്ചമായിട്ട് രൂപം പ്രാപിച്ചാൽ ആദ്യം വരുന്ന ഭഗവാന്റെ വിഗ്രഹം വിശ്വമാണ്. വിഷ്ണുവിൻ്റെ ഏറ്റവും വലിയ വിഗ്രഹം ഏതാ? വിശ്വമാണ്. ഈ കാണായ പ്രപഞ്ചമാണ് ഭഗവാന്റെ വിഗ്രഹം. ആ വിശ്വം മായാസ്പർശം കൊണ്ട് കളങ്കണ്ടാവും. അതിനതിൻ്റെ സ്വത്വം മറക്കും. അത് വന്നത് ഓമെന്നാണ്, താൻ അതിന്ന് പരിണമിച്ചുണ്ടായതാണെന്നുള്ള ബോധം ഇല്ലാണ്ടായി പോയതിനും. അതാണ് പീഡ, അതാണ് രോഗം. ആ പീഡ മാറ്റാനാണ് ഞാൻ ഇത് ചെയ്യണത്. ഈ കാണായതും ഈ ഞാൻ പറയണ എൻ്റെ ഈ ശരീരവും ഇതൊക്കെ തന്നെ വിശ്വം. നമ്മുടെ ലോകം നമ്മളാണ്.
ചില ഭാര്യമാർ പറയും ഭർത്താവിൻ്റെ അടുത്ത് നിങ്ങളും കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ ലോകം, അല്ലേ? ചിലർ പറയും ആ വീടും പരിസരവുമാണ് എൻ്റെ ലോകം. നമ്മൾ ലോകത്തിനെ ഡിഫൈൻ ചെയ്തിട്ടാണ്, നമ്മളാണ് ലോകത്തിൻ്റെ അതിര് നിശ്ചയിക്കുന്നത്. വിശ്വത്തിൻ്റെ അതിര് നിശ്ചയിക്കാൻ പറ്റില്ല, വിശ്വത്തിന് അതിരില്ല. ആ വിശ്വത്തിൽ എന്താണോ കളങ്കമായിട്ട് പീഡയായിട്ട് വരുന്നത് അത് ദേഹബോധ. അതാണ് അജ്ഞാനം. അതിനെ നശിപ്പിക്കാനാണ് ഭട്ടതിരി. സാമാന്യ അർത്ഥം പറയും ലോകത്തിൻ്റെ ദുരിതം നീങ്ങാൻ വേണ്ടിയിട്ട്, സ്വന്തം മോക്ഷത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട്, എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്ന ആ ഭക്തിയാണ് അത്ര പക്വതയുള്ള ഭക്തി. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ച് പേര് വിചാരിച്ചാൽ ലോകത്തെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയ അഹങ്കാരവും അവിടെ കിടക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ അതും വെച്ച് ഓർപ്പിക്കില്ല, അതാ പ്രശ്നം. ഭഗവാൻ ചോദിക്കും നീ ആരാ അങ്ങനെ പറയാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടില്ലേ? അപ്പം ഇത് വളരെ സൂക്ഷിച്ചു വേണം ഭട്ടതിരി ഉപയോഗിക്കാം. ഈ ഭഗവാന്റെ അടുത്ത് ഏത് വാക്ക് പോയിട്ട് പ്രയോഗിക്കുന്നതും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മിണ്ടാതെ നിൽക്കുക എന്നുള്ളതാണ്. മൂപ്പരുടെ അടുത്ത് പോയിട്ട് മൂപ്പര് ചിരിക്കും നമ്മളും ചിരിക്കുക, മൂപ്പര് ചിരിക്കും നമ്മളും ചിരിക്കുക, മൂപ്പര് ചിരിക്കും നമ്മളും ചിരിക്കുക. ഒന്നും പറയരുത്, ഒന്നും ചോദിക്കരുത്. അറിയേണ്ടത് അറിഞ്ഞ് വേണ്ടത് ചെയ്തു തരും. എന്തെങ്കിലും ഒരു വാക്ക് പ്രയോഗിച്ചാൽ ആ വാക്കിനെ പിടിച്ചിട്ടായിരിക്കും പിന്നെ നിൽക്കുക. കാരണം വാക്കിൽ അഹങ്കാരം ഉണ്ടാവും. ഏത് വാക്കും അഹങ്കാരമാണ്. വിനയമാണെന്ന് നമ്മൾ കരുതുന്നതിൽ പോലും അഹങ്കാരം സ്ഫുരിക്കാമെന്നാണ്. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ മൗനമായിട്ടിരിക്കണം ഏറ്റവും വലിയ പ്രാർത്ഥന. ഇനിയും പ്രാർത്ഥിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ പറയാനുള്ളത് പറഞ്ഞതിന് ശേഷം പറയുക ഭഗവാൻ എനിക്ക് അർഹത ഉണ്ടെങ്കിൽ മാത്രം തരണേന്ന്. ഒരിക്കലും എന്ത് വഴിപാട് കഴിക്കുകയാണെങ്കിലും എനിക്ക് അർഹത ഉണ്ടെങ്കിൽ മാത്രം തരണേന്ന് കൂടെ ചേർത്ത് പറയുന്നതാണ് ബുദ്ധി. ചിലപ്പോൾ ആ ആഗ്രഹം നടക്കാതിരിക്കലായിരിക്കും ഏറ്റവും വലിയ അനുഗ്രഹം. നടന്നാൽ പണി കിട്ടും. വർഷങ്ങളോളം കുഞ്ഞുങ്ങളില്ലാണ്ടിരുന്നിട്ട് പിന്നെ കുട്ടിയുണ്ടായി, ആ കുട്ടി കാരണം ദുഃഖദുരിതം അനുഭവിക്കുന്ന മാതാപിതാക്കൾ എത്രയോ ഉണ്ട്. വേണ്ടായിരുന്നു തോന്നും. കാരണം കർമ്മം വിധിച്ചതായിരുന്നു, പ്രകൃതി പറഞ്ഞതായിരുന്നു വേണ്ട. അപ്പം മന്ത്രം ജപിച്ചു, പുത്രകാമേഷ്ടി നടത്തി. അത് നോക്കൂ, പുത്രകാമേഷ്ടി നടത്തി മക്കളുണ്ടായവരൊക്കെ നരകിച്ചിട്ടേ ഉള്ളൂ. പുരാണം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദശരഥനെ നോക്കൂ, ജനകനെ, എല്ലാവരും അതെ, എല്ലാവരും ദുഃഖിച്ചവരാണ്. പിടിച്ചെടുത്താൽ, പ്രകൃതിയിൽ നിന്ന് എന്ത് പിടിച്ചെടുത്താലും, കർമ്മം പറയാത്തത്, കർമ്മം അനുവദിക്കാത്തത് പിടിച്ചെടുത്താൽ, മന്ത്രം കൊണ്ട് പിടിച്ചെടുത്താൽ അത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം പക്വമായിട്ടുള്ള ഭക്തിയിൽ അർഹത അർഹത അർഹത, എനിക്ക് അർഹതയുണ്ടെങ്കിൽ മാത്രം എന്ന് പറയാനുള്ള ആ ഒരു വിനയം നമ്മൾ കാണിക്കണം ഭഗവാന്റെ അടുത്ത്. അത് കമ്പൽസറിയാണ്. ഇവിടെ ഭഗവാൻ പറയുക, ഭട്ടതിരി പറയുക, ലോകത്തിൻ്റെ ദുരിതത്തിനെ മാറ്റിത്തരണേ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു വലിയ പാഠമുണ്ട്. പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് സ്ഥിരം പറയാറുണ്ട്, നമുക്കൊരു വിഷമമുണ്ട് വിചാരിക്കുക, നമുക്കൊരു വലിയ ദുഃഖമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ഭഗവാന്റെ അടുത്ത് വന്ന് പറയണം. ഭഗവാനോട് ഒന്നും പറയരുതെന്ന് പറയണതും അർത്ഥമില്ല. അത് നമ്മുടെ അച്ഛനും അമ്മയാണ്, അദ്ദേഹത്തിനോടല്ലാണ്ട് വേറെ ആരോടും ചോദിക്കാൻ പറ്റില്ല. അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുക, ഭഗവാനെ എനിക്ക് ഈ ദുഃഖമുണ്ട്, എന്നെപ്പോലെയോ എന്നിലധികമോ ഈ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേര് ഈ ലോകത്തുണ്ട്. അവർക്ക് എല്ലാവർക്കും വന്ന് പ്രാർത്ഥിക്കാൻ പറ്റണമെന്നില്ല. ഞാൻ അവർക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ ഞങ്ങളുടെ എല്ലാവരുടെയും ദുഃഖം മാറ്റി തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ, കഥ മാറും. ആ ദൂത് പോണേന് മുമ്പുള്ള രാത്രി അന്തഃപുരത്തിൽ ദ്രൗപദിയെ കാണാൻ വരും ഭഗവാൻ. പിറ്റേന്ന് പുലർച്ചെ ഹസ്തിനപുരത്തിലേക്ക് പോവുകയാണ്. യുധിഷ്ഠിരനും ഭീമനും അർജുനുമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ദുശാസനന്റെ മാറിലെ രക്തം കൊണ്ട് മാത്രം തൻ്റെ മുടി കെട്ടും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ആ കേശവാര അഴിച്ചിട്ടിരിക്കുന്ന ദ്രൗപദിയുടെ അടുത്തേക്ക് വരും. കൃഷ്ണയെ നിനക്ക് വല്ലതും പറയാനുണ്ടോ എന്നോട് ചോദിക്കും. ദുര്യോധനൻ അവൻ്റെ തൊട കാണിച്ചിട്ട് നീ ഇവിടെ വന്നിരിക്കടി എന്ന് പറഞ്ഞ ആ തൊട എനിക്ക് തല്ലി തകർക്കണം. ഭഗവാനെ സഖാ എന്നാ പറയണത്. സഖാ, യുദ്ധം വേണ്ടാന്ന് വെക്കരുത്, യുദ്ധം നടക്കണം. ഈ കേശം കണ്ടോ, കേശവാ കേശം ഇത് കാണുക എന്ന് കഥകളിയിൽ പദമുണ്ട്. ഇതിലെനിക്ക് രക്തം വരട്ടണം, എനിക്ക് യുദ്ധം വേണമെന്നാ പറയാ. ഭഗവാൻ അത് മുഴുവൻ കേട്ടിരുന്നിട്ട് പറയാ, സഖി നീ എന്നോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ശ്രദ്ധിക്കണം, നിന്റെ വ്യക്തിപരമായിട്ടുള്ള ദുഃഖത്തിന് വേണ്ടിയിട്ട് പ്രതികാരം നടക്കാൻ വേണ്ടിയിട്ട് യുദ്ധം വേണമെന്ന് എൻ്റെ അടുത്ത് പറയരുത്. മറിച്ച് ദുര്യോധനാദികൾ ജീവിച്ചിരുന്നാൽ ഈ ലോകത്തിനുണ്ടാവുന്ന ദുഷിപ്പ് ആലോചിച്ച് ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെ നശിപ്പിച്ച് തരണമെന്ന് നീ എന്നോട് പറ, ഞാൻ ഈ യുദ്ധം നടത്തി തരാമെന്നാണ് പറഞ്ഞു. അതേപടി ദ്രൗപദി പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയും ചെയ്യണത്.
അതുകൊണ്ട് എന്താ ചെയ്യണത്? പിറ്റേന്ന് ഹസ്തിനപുരത്തിൻ്റെ അതിർത്തിയിലെത്തിയിട്ട് ഭഗവാൻ അകത്തേക്ക് പ്രവേശിക്കില്ല. നഗരാതിർത്തിയുടെ പുറത്താ താമസിച്ചത്. അത് തന്നെ ശത്രുവിൻ്റെ സ്വഭാവമാണ്. ബന്ധുവാണെങ്കിലല്ലേ വീട്ടിൽ കയറി ചെല്ലണ്ടു, പുറത്തുനിന്നേ സംസാരിക്കുള്ളൂ. താമസിച്ചില്ല, വിതുരൻ്റെ വീട്ടിൽ മാത്രം പോയി അവിടെ താമസിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. അദ്ദേഹം ഹസ്തിനപുരത്തിലേക്ക് തേരിന്നിറങ്ങി പ്രവേശിക്കണ സമയത്ത് മെല്ലെ ഉച്ചരിച്ച വാക്കെന്താണെന്ന് വ്യാസമഹർഷി എഴുതി വെച്ചിട്ടുണ്ട്: യുദ്ധം. ഇത് പറഞ്ഞിട്ടാ ദൂതിന് പോയത്. യുദ്ധം എന്ന വാക്ക് ഉച്ചരിച്ചിട്ടാണ് ഭഗവാൻ നഗരപ്രവേശം ചെയ്തതെന്നാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ പീഡ നശിപ്പിക്കുക എന്ന സങ്കല്പത്തിൽ നമ്മുടെ വ്യക്തി ദുഃഖത്തിന് സമർപ്പിച്ചു നോക്കൂ. ഇങ്ങനെ മാറ്റിത്തരണമാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുക: ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഭഗവാനെ, എന്നെപ്പോലോ എന്നിലധികമോ ഈ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാവും. ഇങ്ങനെ പ്രാർത്ഥിക്കാനോ ഇങ്ങനെ ക്ഷേത്രത്തിൽ വരാനോ ഒന്നും സൗകര്യമില്ലാത്തവർ, നിന്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മാറുന്നു പോലും അറിയാത്തവർ, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു നോക്കും. അപ്പോഴാണ് ഈ വിശ്വപീഡാവഹത്യ എന്നുള്ളതിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവുക. ഞാൻ കുറച്ച് നേരം അതിൽ നിന്നത് അതുകൊണ്ടാണ്. കാരണം പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ കീയാണിത്. അതിൻ്റെ താക്കോല, പ്രാർത്ഥനയുടെ താക്കോല് കിടക്കണത് ഇതിലാ. ഇങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. നിശേഷാത്മാനം, എല്ലാ ജീവാത്മാക്കളും അടങ്ങിയവനാണ് നിശേഷ ആത്മാനം. ഭഗവാന്റെ പുറത്ത് വേറെ ആത്മാക്കളൊന്നുമില്ല, എല്ലാ ആത്മാക്കളും ഭഗവാന്റെ അകത്താണ്. ഗുരുഭവനപുരാധീശം, ആ ഗുരുവായൂരപ്പനെ മാത്രം, വേറെ ദൈവങ്ങളെ ഒന്നും അന്വേഷിക്കാൻ പറയണില്ല. ഗുരുവായൂരപ്പനെ മാത്രം ആശ്രയിച്ചിട്ട് ആ പ്രാണശക്തി മുഴുവൻ അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ സമർപ്പിച്ചിട്ട് ഒരാശയക്കുഴപ്പമില്ലാണ്ട് ഞാൻ ഗുരുവായൂർ തൊഴുതു, ഇനി മമ്മിയൂർ പോയില്ലെങ്കിൽ കുഴപ്പമാവുമോ? മമ്മിയൂർ തൊഴുകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വടക്കുന്നാനിൽ കയറിയില്ല, കൊടുങ്ങല്ലൂർ പോയില്ല, ഗുരുവായൂർ മാത്രം തൊഴുതിട്ട് വന്നു, അമ്മ കോപിക്കോ ശിവൻ കോപിക്കോ? തിരിച്ചു മമ്മിയൂരെ തൊഴാൻ പറ്റിയില്ല, ഗുരുവായൂർ തൊഴാൻ പറ്റിയില്ല, ഗുരുവായൂരപ്പൻ കോപിക്കുമോ? ഇതൊക്കെ നമുക്കാ പ്രശ്നം. എൻ്റെ വീട്ടിൽ കയറിയില്ല, അപ്പുറത്തെ വീട്ടിൽ കയറി എന്ന് പറഞ്ഞാൽ നമ്മളാ. ഇപ്പം പിന്നെ ആരും വീട്ടിൽ വരുന്നത് ഇഷ്ടമല്ല, അല്ലേ? ആരും വീട്ടിൽ വരുന്നത് ആർക്കും ഇഷ്ടമല്ല, അതാണ് കാരണം. അപ്പോൾ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ദൈവങ്ങളെ തേടിയിട്ട് അലയാൻ പറയണില്ല. ആശ്രയാമ, വേറെ ആരും ഞാൻ ആശ്രയിക്കണില്ല, ഞങ്ങൾ അഭയം പ്രാപിക്കണു. അവിടെ ബഹുവചനമായിട്ട് ഞങ്ങൾ എന്നാണ് പറയണത്. പട്ടതിരി നമ്മളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പേര് കണ്ണി കണ്ട വഴിപാടുകളും പല സ്ഥലങ്ങളിൽ ഒരു അമ്പലം ടെമ്പിൾ ഹോപ്പിംഗ്, പല ദേവതകളെ വിളിക്കുക, അതിനാണ് വ്യഭിചാരി ഭക്തി എന്ന് പറയും. വ്യഭിചരിക്കുക, ഭക്തി വ്യഭിചരിക്കുമ്പോൾ വ്യഭിചാരി ഭക്തി എന്ന് പറയും. നമ്മൾ 99% ആൾക്കാരും വ്യഭിചാരി ഭക്തർ ആൾക്കാരാണ്. എന്ന് വെച്ചിട്ട് ഒരു ദൈവത്തെ പിടിച്ച് ഫാനറ്റിക് ആവാനല്ല, കൃഷ്ണൻ മാത്രം വലുത് ബാക്കിയൊക്കെ മോശം, അതല്ല. കൃഷ്ണനെ വിളിക്കണവന് സകലതും കൃഷ്ണൻ, മഹാദേവനെ വിളിക്കണവന് സകലതും മഹാദേവൻ, അമ്മയെ വിളിക്കണവനൊക്കെ അമ്മ. ആരും ആരുടെ മുകളിലോ താഴെയോ അല്ല, എല്ലാം ഒരു വസ്തുവിൻ്റെ വിവിധ സ്വരൂപം. അല്ലാണ്ട് കൃഷ്ണൻ മാത്രം ദൈവം, ബാക്കി ദേവതകളൊക്കെ രണ്ടാം കട, പിശാച് എന്നൊന്നും പഠിപ്പിക്കരുത്, അല്ലേ? ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയാം, ഞാൻ സ്ഥിരം പറയാറുണ്ട്, ഇത് ശരിക്കുണ്ടായ അനുഭവം. ആ മുതുവറയിൽ ശിവപുരാണം നടക്കുന്ന സമയത്ത് എനിക്ക് വന്നൊരു മെസ്സേജാണ്. ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഭീകരത കൊണ്ടാണ് ഞാനത് ആവർത്തിച്ച് പറഞ്ഞത്. ഒരാൾ അയച്ചൊരു മെസ്സേജാണ്. അവരുടെ കുടുംബത്തിലെ ഒരു സുഹൃത്തുക്കളുടെ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം തിരുനക്കര ക്ഷേത്രത്തിൽ ശിവനെ തൊഴാൻ പോയപ്പോൾ ഒരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ശിവനെ തൊഴാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാഴ്ച കണ്ട് നടക്കണു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, അത്രേ നീ എന്താ തൊഴാത്ത മോനെ, ഭഗവാനെ തൊഴാന്ന് പറഞ്ഞപ്പോൾ നോ ശിവ ഈസ് എ ഡീമൺ എന്ന്, ശിവൻ പിശാചാണെന്ന്. അപ്പോൾ ആരാ നിന്നോടത് പറഞ്ഞു ചോദിച്ചപ്പോൾ എന്നെ ഗീത പഠിപ്പിക്കണ ഗുരുജിയാണെന്ന്, പ്രഭുജി പറഞ്ഞു എന്ന്, ശിവൻ പിശാചാണെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ യഥാർത്ഥ. നോക്കൂ, ഹിന്ദുധർമ്മത്തിൻ്റെ ശത്രുക്കൾ ഹിന്ദുധർമ്മത്തിൻ്റെ പുറത്തല്ല, ഹിന്ദുധർമ്മത്തിൻ്റെ അകത്താണ്. നമ്മുടെ വൈവിധ്യത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ യഥാർത്ഥ ശക്തി. സനാതനധർമ്മത്തിൻ്റെ കോർ പ്രിൻസിപ്പിൾ അതിലാണ് നിൽക്കുന്നത്. അതിനെ തകർത്താൽ ഇതിനെ നശിപ്പിക്കാൻ പറ്റുന്ന അറിയണം. മിഷണറി ഫണ്ടിങ്ങും അതും ഇതും ഒക്കെ വന്നിട്ട് ഇന്ന് നമ്മുടെ സിസ്റ്റങ്ങളുടെ ഉള്ളിൽ തന്നെ കയറി കളിക്കുകയാണ്. ചർച്ചിൻ്റെ സ്വഭാവമുള്ള അമ്പലങ്ങൾ ഉണ്ടാക്കുക, അലങ്കാരവും ബഹളവും കച്ചവടവും മാത്രം നടത്തുക, ഒരു കടയുടെ ഉള്ളിൽ കൂടെ അല്ലാണ്ട് കയറിപ്പോകാനോ പുറത്തേക്ക് ഇറങ്ങാനോ പറ്റാത്ത വിധം ക്രമീകരിക്കുക, ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള വഴി, ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ടത് നമ്മളാണ് എപ്പോഴും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കേരളത്തിന് അറ്റ്ലീസ്റ്റ്, തമിഴ്നാടും ആന്ധ്രയൊക്കെ രക്തം വീണ സ്ഥലങ്ങളാണ്. ചിദംബരം ക്ഷേത്രം വിഷ്ണുവിൻ്റെ അമ്പലമാണെന്ന് ഒരു നാടുവഴി കൽപ്പന അങ്ങോട്ട് കൊടുത്തു. കാരണം അവിടെ പെരുമാളുണ്ടല്ലോ, കിടക്കുന്നുണ്ടല്ലോ. വൈഷ്ണവർ പറയും, ശൈവർ പറയും ആനന്ദ നടനം കാണാൻ പാലാഴിയിൽ നിന്ന് എഴുന്നള്ളിയതാണെന്ന്. വൈഷ്ണവർ പറഞ്ഞ അങ്ങനെയല്ല,
മൂപ്പരാണ് ആദ്യം ഇവിടെ വന്ന് കിടന്നത്. അപ്പൊ മൂപ്പരെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ശിവൻ ഡാൻസ് കളിച്ചാണെന്ന്. വന്ന ആള് വന്ന് കിടക്കുമോ, കിടക്കണ അവിടത്തേക്കല്ലേ ആള് വരില്ലോ. ഇങ്ങനെ അടി. അത് നമ്മുടെ ദശാവതാര സിനിമ കാണിക്കണില്ലേ, അതന്നെ. അതിൽ കുറച്ച് ഓവറാക്കി കാണിച്ചു എന്ന് മാത്രം. അവസാനം അടി താങ്ങാൻ മുടിയാത്ത അവസ്ഥയായി. കുലോത്തുംഗ ചോളൻ എന്ത് ചെയ്തു, അവിടുത്തെ ഉത്സവ വിഗ്രഹം എടുത്തിട്ട് കടലിൽ കൊണ്ടെറിഞ്ഞു. അത് ഉത്സവ വിഗ്രഹത്തിന് പകരം വലിയ വിഗ്രഹത്തിനെ കുത്തി ഇളക്കണതായിട്ട് സിനിമ കാണിച്ചു. കല്ലൈ മട്ടും കണ്ടാൽ അല്ലേ ആ പാട്ട്. മൂപ്പർക്ക് നടന് നമ്മുടെ സൂപ്പർ സ്റ്റാറിന് തോന്നി കുറച്ചുകൂടെ ഗംഭീരമായി കാണിച്ചാലേ അവരുടെ മൊത്തം പെരുമാളിനെ പൊക്കിയിട്ട് കടലിൽ കൊണ്ടുവരാനായിട്ട്. മൂപ്പരങ്ങോട് നിരീശ്വരവാദിയാണെങ്കിലും കാശുണ്ടാക്കാൻ അറിയാം മൂപ്പർക്ക്. അപ്പോൾ കുറച്ച് ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് മൂപ്പർ അതൊക്കെ കാണിച്ചു. ശരിക്ക് ഉത്സവമൂർത്തിയാണ് കൊണ്ടുപോയിട്ട് എറിഞ്ഞത്. അത് മീൻകാർക്ക്, മീൻ പിടിക്കാൻ പോയവർക്ക് വലയെ കിട്ടി, രാമാനുജാചാര്യർക്ക് കൈ കിട്ടി. അത് ഇന്ന് തിരുപ്പതിയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ചിദംബരത്തിരുന്ന ഉത്സവ വിഗ്രഹം. ഇന്ന് നമുക്ക് തൊഴാമത് അവിടെ തിരുപ്പതിയിൽ. നമ്മൾ പ്രദർശനം വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം, പുറത്തിറങ്ങിയിട്ട് അവിടെയാണ് അത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അത് കടലിൽ കിടന്ന വിഗ്രഹം. അതും കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു നാട് വഴി, അദ്ദേഹം വൈഷ്ണവനായിരുന്നു, അദ്ദേഹം ഒരു ഇതെഴുതി, ഒരു ഡിക്ലറേഷൻ ഇറക്കി, ചിദംബരം ഈസ് എ വിഷ്ണു ടെമ്പിൾ. അന്ന് ബ്രിട്ടീഷുകാർ വലിക്കുന്ന ആർക്കോട്ട് നവാബിൻ്റെ ഭരണത്തിൻ്റെ കീഴിലുമാണ് ആ സ്ഥലം. പ്രശ്നമായി. ദീക്ഷിതന്മാരുടെ ഭാര്യമാർ 16 മുഴം മടിസാർ ഉടുത്ത് അകത്ത് ചെന്ന് ഭഗവാനെ വലം വെച്ച് നമസ്കരിച്ച്, നമ്മൾ കറിയെടുക്കണ തവി എടുത്ത് അതിൻ്റെ അറ്റം പൊട്ടിച്ച് അതുമായിട്ട് ചിദംബരം ഗോപുരത്തിൻ്റെ മുകളിൽ കയറി കഴുത്ത് കീറി താഴോട്ട് ചാടി. ഒരു 360 സ്ത്രീകൾ ആത്മഹത്യ, കൂട്ടാത്മഹത്യ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രദ്ധിച്ചു, അമ്പലം വന്ന് സീൽ ചെയ്ത് അടച്ചുപൂട്ടി. വലിയ വിചാരണ നടന്നു. അവസാനം തീർപ്പ് കൽപ്പിച്ചു ശിവൻ്റെ അമ്പലം തന്നെയാണെന്ന്. അതുകൊണ്ടാണ് ഇന്നും ചിദംബരം ശിവൻ്റെ അമ്പലമായിട്ടിരിക്കുന്നത്. ഭഗവാൻ അനുഗ്രഹിച്ച് കേരളത്തിൽ ഇങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. വിഷ്ണു ഉള്ളവിടെയൊക്കെ ശിവനുണ്ടാവും, ശിവനുള്ളവിടെയൊക്കെ വിഷ്ണു ഉണ്ടാവും, അമ്മയുള്ളവിടെയൊക്കെ രണ്ടുപേരും ഉണ്ടാവും. നമ്മൾ ഹാപ്പിയാണ്. അതിന് കാരണം എന്താ? നമ്മുടെ പാരമ്പര്യം. ആചാര്യസ്വാമികൾ വഴിയാണെങ്കിലും അതിനു മുൻപ് പരശുരാമസ്വാമി ആണെങ്കിലും അങ്ങനെയാണ്. നാരായണൻ്റെ അവതാരം, ശിവൻ്റെ ശിഷ്യൻ, അമ്മയുടെ ഉപാസകൻ. ഇത് മൂന്നും ചേർന്നത് പരശുരാമനാണ്. അതുകൊണ്ട് ആ പരശുരാമ പാരമ്പര്യമുള്ള കേരളത്തിന് ഈ സ്പർദ്ധ ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇവിടെ രണ്ടാമത്തെ ശ്ലോകം അവസാനിക്കുമ്പോൾ അഭയം പ്രാപിക്കുകയാണ്. അത് ബുദ്ധിപൂർവം ആ തത്താപദ്ഭാതി ഗുരുവായൂരിയ്ക്കണു എന്ന് കണ്ടെത്തിയ ബുദ്ധിയുടെ വൈഭവമല്ല, അതിനെയാണ് ഞങ്ങൾ ആശ്രയിക്കണമെന്ന് പറഞ്ഞ ശരണാഗതിയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ തിരിച്ചറിഞ്ഞു ഇതാ അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വേറെ ആരെ ആശ്രയിക്കാനാണ്, ഇവിടെ തന്നെ ആശ്രയിക്കണം എന്ന് പറഞ്ഞ് ആശ്രയിക്കുന്ന ശരണാഗതി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യണത്. അതിൽ ഇതിനെയും നമുക്ക് ഗുണവും കർമ്മവും തത്വമായിട്ടൊക്കെ വിശകലനം ചെയ്യാം. നമുക്കതിൻ്റെ സമയമില്ല. ഭക്തിയുടെ രസം നോക്കാം. ജ്ഞാനം കൊണ്ട് പാകമാകുന്ന ദാസ്യരസം, ദാസ്യഭക്തിയാണ് ഈ ഏവം ദുർലഭ്യ വസ്തുവിനപി സുലഭതയാ. അപ്പം ദാസ്യഭക്തി മനസ്സിലുള്ളവർക്ക് നിത്യോപാസനയ്ക്ക് വിശേഷമാണ് ഈ ശ്ലോകം. ദാസ്യഭക്തി ഉള്ളവർക്ക്, ഞാൻ ഭഗവാന്റെ അടിയേൻ ദാസൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയുള്ളവർക്ക്, മനസ്സിലുള്ളവർക്ക് ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. ഭട്ടതിരി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തരെ കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹം ആദ്യം ഞാനടക്കമുള്ളവർ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പറയണത്. എന്നിട്ട് മെല്ലെ പറയണത് പക്ഷെ ഞങ്ങളിൽ ചിലവർ കുറച്ചുകൂടെ ചെതറാത്ത ബുദ്ധിയോട് കൂടിയിട്ട് അങ്ങേ മാത്രം ആശ്രയിക്കുന്നുണ്ട് എന്ന് കുറച്ച് വിനയത്തോടു കൂടി, എന്നാൽ കുറച്ച് ക്രെഡിറ്റ് എടുത്തിട്ടും പറയുന്ന ഒരു രീതിയാണ് അവിടെ കാണാം. പാത അങ്ങോട്ട് വേർതിരിച്ച് കാണിക്കുന്നത് മാത്രമല്ല, അഗാധമായിട്ടുള്ള കരുണയുണ്ട്. യഥാർത്ഥ ഭക്തന് തൻ്റെ സഹജീവികളോട് എപ്പോഴും കരുണയുണ്ടാവും. ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എല്ലാവരും രക്ഷപ്പെടണം. ആ ഭാവം അദ്ദേഹത്തിലുണ്ട്, അന്നേ ഉണ്ട്. അതാണ് വിശ്വപീഡാപഹത്യയിൽ എന്ന് എഴുതി വെച്ചത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് എഴുതാൻ സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ സ്വാർത്ഥത ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. ലക്ഷ്യം ലോകത്തുനിന്ന് ഓടി ഒളിക്കലല്ല, മറിച്ച് നമ്മുടെയൊക്കെ സ്രോതസ്, ഒറിജിൻ ഭഗവാനാണ്. ആ ഭഗവാനിലേക്ക് നമ്മൾ വീണ്ടും ചേരുമ്പോൾ ലോകത്തിൻ്റെ ദുരിതങ്ങൾ സുഖപ്പെടും എന്ന് സൂചിപ്പിച്ച് തരികയാണ്. സിമ്പിൾ മെഡിസിൻ തരികയാണ്. നമ്മൾ വന്നവിടേക്ക് നമ്മൾ പോയാൽ നമ്മൾ രക്ഷപ്പെടും. സൈക്കോളജിയിൽ പറയും, ജീവിതത്തിൽ വലിയ ഡിപ്രഷൻസ് വരുമ്പോൾ നമ്മുടെ ചെറുപ്പകാലത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് നിൽക്കുക. ഉദാഹരണത്തിന് പഠിച്ച സ്കൂള്, LP, നമ്മൾ LKG UKG 1ാം ക്ലാസ്സൊക്കെ പഠിച്ച സ്കൂളിൽ വെറുതെ ഒന്ന് നടന്നിട്ട് വന്നാൽ മതി. അത്ര ഒരു അമ്പലത്തിൽ പോണേക്കാട്ടിൽ ഇഫക്റ്റാണെന്നാ.
നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു 2 മിനിറ്റെങ്കിലും പോയിട്ട് ചെലവഴിച്ച് തിരിച്ചു വന്നാൽ മനസ്സ് വേറൊരു വൈബ്രേഷനിലേക്ക് മാറും. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അതേപോലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന ഭാവമാണ് ഭട്ടതിരി പറഞ്ഞത്. എവിടുന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകാനാ പറഞ്ഞത്. ആ സ്രോതസ്സിനെ ഓർമ്മിക്കാൻ പെറ്റമ്മയുടെ അടുത്തേക്ക് പോകുന്നത് പോലെ പോകാനാണ്, ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാനാണ് ഭട്ടതിരി പറയണത്. വേദാന്തത്തിൻ്റെ കണ്ണി നോക്കുമ്പോൾ അദ്വൈതം പല സമയത്തും ലോകത്തിലെ കാര്യങ്ങളുടെ അടുത്തൊക്കെ നിസ്സംഗത പുലർത്തുന്ന ഒരു സമ്പ്രദായമാണ്. അഥവാ അങ്ങനെയാണ് അത് ധരിച്ചു വെച്ചിട്ടുള്ളത്. അദ്വൈതം പറഞ്ഞാൽ വരട്ടുവാദമാണ്. ലോകത്തിൻ്റെ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, ലോകം നശ്വരം, ലോകം നശ്വരം, ലോകം നശ്വരം എന്നാണ് അദ്വൈതം പറയണമെന്നാണ്. ആ തെറ്റിദ്ധാരണയാണ് അത് എന്നുള്ളത് ഭട്ടതിരി ഇവിടെ തിരുത്തുകയാണ്. ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത് എന്തെന്നും ഒളിച്ചോടിയിട്ടല്ല, എസ്കേപ്പിസം അല്ല. നമ്മുടെയൊക്കെ വിചാരം എന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക, ഓ വീട്ടിലെ പ്രാരബ്ധം കഴിഞ്ഞിട്ട് ഒന്നിരുന്ന് ജപിക്കാൻ വയ്യ, അത് ചെയ്യാൻ വയ്യ, ശബ്ദം ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. നമുക്ക് എല്ലാറ്റിനും വിടുതൽ കിട്ടിയിട്ടേ ഭഗവാനെ കിട്ടുള്ളൂ എന്നുള്ള കുറെ കണ്ടീഷൻസാണ്. നോക്കൂ, എത്ര വലിയ ബഹളത്തിലിരുന്നിട്ട് അങ്ങേരെ കിട്ടുകയാണെങ്കിൽ പിന്നെ എവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ ബഹളത്തിലാണ്, നിന്ന് തിരിയാൻ നേരില്ലാത്ത സ്ഥലത്താണ്, ഒന്നിരുന്ന് ജപിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്താണ് ഭഗവാനെ കിട്ടേണ്ടത്. അവിടെയാണ് പവർ കിട്ടുക. ഞാൻ എൻ്റെ ചില വേദികളിൽ ചിലതൊക്കെ നമ്മുടെ അനുഭവങ്ങൾ തുറന്നു പറയാറുണ്ട്. ഞാൻ പണ്ട് ചെയ്തിരുന്നൊരു കാര്യം ഞാൻ ചില പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചെന്നൈയിൽ നുങ്കമ്പാക്കത്ത് പാർക്ക് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അതിനൊരു ഡിസ്കോ ഉണ്ട്, അതിന് പബ്ബുണ്ട്, മദ്യശാലയുണ്ട്. എല്ലാ സെലിബ്രിറ്റികളും, ക്രിക്കറ്റേഴ്സും, സകലരും, അതായത് നമുക്ക് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ, ഓസ്ട്രേലിയൻ ടീമൊക്കെ എല്ലാവരും വരും, സിനിമാക്കാർ വരും, എല്ലാവരും വരും. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സായിപ്പും ഞാനും കൂടെ ആ ഡിസ്കിൻ്റെ ഏറ്റവും മുകളിൽ, താഴെ ഡാൻസ് ഫ്ലോറാണ്, ഏറ്റവും മുകളിൽ പോയിരുന്നിട്ട് അണ്ണാമലയാരെ ധ്യാനിക്കുമായിരുന്നു ഒരു കാലത്ത്. എന്താ വെച്ചാൽ അവിടെ കിട്ടിയാൽ എവിടെയും കിട്ടും. ആ ഭൗതികതയുടെ നാശത്തിൻ്റെ ഹൈറ്റിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ജപിക്കുമ്പോൾ അവിടെ ഇരുന്ന് കിട്ടിയാൽ നമുക്ക് എവിടെ ഇരുന്നാലും കിട്ടും. അവിടെ കിട്ടിയില്ലയോ എവിടെയും കിട്ടില്ല. ഏറ്റവും ദുഃഖത്തിലും ദുരന്തത്തിലും വിഷമത്തിലും മനസ്സിൻ്റെ ചപലതയിലും പ്രലോഭനത്തിലും കിട്ടിയാൽ കിട്ടും. കൃഷ്ണന്റെ ജീവിതം തന്നെ നോക്കൂ, പ്രലോഭനങ്ങളുടെ, ദുരന്തങ്ങളുടെ, ആക്രമണങ്ങളുടെ, ശത്രുതകളുടെ, എന്തിന് ഈവൻ പുകഴ്ത്തലുകളുടെ. ഒരാൾ വഴിതെറ്റിപ്പോകാൻ എന്തൊക്കെ വേണോ അത് മുഴുവൻ ഭഗവാന്റെ ജീവിതത്തിലിട്ട്. മനസ്സ് എപ്പോഴെങ്കിലും വ്യതിചലിച്ചോ? അതുകൊണ്ടല്ലേ പൂർണ്ണ യോഗിയായിട്ട് യോഗേശ്വരേശ്വരൻ എന്ന് വിളിക്കുന്നത്. അത് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ആൾക്കാരെ പറഞ്ഞു നടക്കുമ്പോൾ കുറച്ചൊക്കെ നമുക്കും ആ മാർഗത്തിലേക്ക് പോകണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ലോകത്തുനിന്ന് ഓടി ഒളിച്ചിട്ടല്ല ഇതൊന്നും കിട്ടേണ്ടത്, മറിച്ച് സ്രോതസ്സുമായിട്ട് കിട്ടേണ്ടത്, സ്രോതസ്സിൽ ചേർന്ന് കിട്ടേണ്ടത് ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അദ്വൈതം നിസ്സംഗതയല്ല പുലർത്തുന്നത്. ഞാൻ ഇന്നലെയും ഇന്നും രാവിലെയും പറഞ്ഞ മാതിരി നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ഭഗവാനെ കൊണ്ടുവന്നാൽ മതി. ഒരു കപ്പ് ചായ ഉണ്ടാക്കുകയാണെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിലും വീട് അടിച്ചു തൂക്കുകയാണെങ്കിലും ഭഗവാന്റെ വീട് ഞാൻ അടിച്ചു തൂക്കണു, ഭഗവാന് വേണ്ടി ഞാൻ ഭക്ഷണം വെക്കണു. അപ്പോൾ നമ്മുടെ അടുത്ത് പറയും, ദ്രോഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ കാലം തൊട്ടിട്ട്, എങ്ങനെ ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുക എന്ന് ചോദിക്കും. സാരമില്ല, ശത്രുവാണെങ്കിലും ഭഗവാനാണ്, മിത്രമാണെങ്കിലും ഭഗവാനാണ്, ഏത് ഭാവത്തിലാണെങ്കിലും ഭഗവാനാണ് എന്ന് വെച്ച് ഭാവം മാറണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അർജുനൻ്റെ അടുത്ത് ഭഗവാൻ എന്താ പറഞ്ഞു കൊടുക്കുക? അപ്പുറത്ത് നിൽക്കണതും ഞാനാണ്, നീ യുദ്ധം ചെയ്യണ്ടെന്നല്ലേ പറയുള്ളൂ, നീ യുദ്ധം ചെയ്യുമെന്നാ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ആ ബോധം ഉണ്ടായാൽ മതി, ആ വസ്തു അതാണ് എന്ന ബോധം ഉണ്ടായാൽ മതി. എന്ന് വെച്ച് ലൗകിക വ്യവഹാരത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് പറയുന്നില്ല. ഇതാണ് പ്രാക്ടിക്കൽ അദ്വൈതം. ലോകത്തിൻ്റെ വേദന അപ്പോൾ സ്വന്തം വേദനയായിട്ട് മാറും, ലോകത്തിൻ്റെ സന്തോഷം സ്വന്തം സന്തോഷമായിട്ട് മാറും. ബ്രഹ്മത്തെ തിരിച്ചറിയുക, പിൻവാങ്ങിയിട്ടല്ല, മറിച്ച് അഹങ്കാരമില്ലാണ്ട് ഞാൻ എൻ്റെ ശരീരം, എൻ്റെ കുട്ടി, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ എന്ന് പറയാതെ ലോകത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വത്തിലെ ഏറ്റെടുക്കുന്നതിൽ കൂടെയാണ്. എങ്ങനെയാ നമുക്ക് ലോകത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റുമോ ചോദിക്കും. ദാ വിശ്വപീഡാവഹത്തെ എന്നാ പറഞ്ഞത്. എനിക്ക് ഈ ദുഃഖമുണ്ട്, എൻ്റെ ഇതേ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്, ഒന്ന് മാറ്റി തരണേ പറയുമ്പോൾ ലോകത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളും ഏറ്റെടുക്കണ അവസ്ഥയിലേക്ക് വരും. അപ്പൊ താൻ തന്നെയാണ് സകല വസ്തു എന്ന് തിരിച്ചറിയണ സമയത്ത് ലോകത്തിൻ്റെ വേദന തൻ്റെ വേദനയായിട്ട് മാറുന്നതാണ്. ജ്ഞാനേശ്വരൻ്റെ ഒരു കഥയുണ്ട്. ജ്ഞാനേശ്വരൻ്റെ അച്ഛൻ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം സന്യാസം സ്വീകരിച്ചു പോയി. അപ്പൊ പിന്നെ ഗാർഹസ്ഥ്യത്തിന് അവകാശമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഒരു ദിവസം മനസ്സിലായി, ഇദ്ദേഹത്തിൻ്റെ കണ്ണും തലയൊക്കെ പകർക്കുന്നുണ്ട്.
അതുകൊണ്ട് ഒരു വിളിച്ചിട്ട് പറഞ്ഞു, നീ പോയി കല്യാണം കഴിച്ച് ജീവിക്കുക, അതാ നല്ലത്. അങ്ങനെ അദ്ദേഹത്തിനെ പിടിച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം തിരിച്ചു വന്ന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചപ്പോൾ എന്തായി? ശാസ്ത്രബാഹ്യനായി, പുറത്താക്കപ്പെട്ടു, ഭ്രഷ്ടായി. ബ്രാഹ്മണനായിരുന്ന ആള് വിവാഹ ജീവിതം വേണ്ടാന്ന് വെച്ച് സന്യാസിയായിട്ട് കാഷായം സ്വീകരിച്ചു, സ്വന്തം ശരീരത്തിൽ പിണ്ടം വെച്ചിട്ട് വിരജാഹോമം കഴിച്ചു. പക്ഷെ തിരിച്ചു വീണ്ടും വന്നപ്പോൾ ഭ്രഷ്ടായി. മക്കളുണ്ടായി, ഗംഭീരന്മാരായിട്ടുള്ള കുട്ടികൾ, ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം. ജ്ഞാനേശ്വരൻ്റെ ജ്യേഷ്ഠനാണെങ്കിൽ അനിയത്തി മുക്താബായി ആണെങ്കിലും ഒക്കെ സിദ്ധന്മാരാ. ഇതിൽ ആൺകുട്ടികളെ ഉപനയനം കഴിപ്പിക്കണം, പ്രായമായി. ഒരൊറ്റ ആചാര്യൻ തയ്യാറല്ല ബ്രഹ്മോപദേശം ചെയ്യാൻ. ആരെടുത്ത് പോയാലും പറയും ഭ്രഷ്ടൻ്റെ കുട്ടികളെ ചെയ്യാൻ പറ്റില്ല പറയും. അവസാനം പറയും പൈഠാനിൽ പോവാൻ, പ്രതിഷ്ഠാനപുരത്ത് അവിടുത്തെ ബ്രാഹ്മണ സഭ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാം. തമിഴ്നാട്ടിൽ കുംഭകോണമായിരുന്നു അതിൻ്റെ സ്ഥലം, മഹാരാഷ്ട്രയിൽ പൈഠാനാണ്, അതായത് പ്രതിഷ്ഠാനപുരം. അവിടെ പോകാൻ പറയും. അങ്ങനെ ആലന്ദിയിൽ നിന്ന് പ്രതിഷ്ഠാനിലേക്ക് പോവര്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബ്രാഹ്മണ സഭയുടെ ആ പഞ്ചായത്ത് അത് കേൾക്കും, കേസ് കേൾക്കുമ്പോൾ അവർ പറയും സ്വന്തം ആശ്രമം ഉപേക്ഷിച്ച് സന്യാസത്തിൽ പോയവൻ കല്യാണം കഴിച്ചു വന്നാൽ അവൻ പിന്നെ ബ്രാഹ്മണനും, അവൻ ഒരു ജാതിയിലും പെടില്ല, അവൻ്റെ കുട്ടിക്ക് ഗായത്രിക്ക് അധികാരമില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ വേദത്തിന് ആർക്കാ അധികാരം എന്ന് ചോദിക്കും ജ്ഞാനേശ്വരൻ. വയസ്സ് 9 ഉള്ളൂ. അപ്പൊ അങ്ങനെ അധികാരം ഉണ്ടെങ്കിൽ നീ പറ എന്ന് പറയും ഒരു ശാസ്ത്രി. അപ്പൊ അദ്ദേഹം പറയും സകല വസ്തുക്കളിലും ബ്രഹ്മം ഇരിക്കുന്നു, അതുകൊണ്ടൊരു പോത്തിന് പോലും വേണമെങ്കിൽ വേദം ചെല്ലാ പറയും. ഓ അങ്ങനെ നീ പോത്ത് വേദം ചെല്ലുമോ ചോദിക്കും. ഞാൻ ചെല്ലിക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ഒരു പോത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ആ പോത്തിൻ്റെ അടുത്ത് പോത്തിനെ വിളിക്കുകയാണ്, ബ്രഹ്മമേ സൂക്തം ചെല്ലുക എന്ന് പറയുമ്പോൾ പുരുഷ സൂക്തം സഹസ്ര ശീർഷ പുരുഷാന്ന് സ്പഷ്ടമായിട്ട് ചെല്ലും. അത് കേട്ട് ഇവർ ഞെട്ടും. ആ സമയത്ത് അവൻ്റെ കൂടെ നടക്കുന്ന ആ പോത്തിൻ്റെ മേയ്ക്കണവൻ ഇത് ബ്രേ ബ്രേന്നാ കേൾക്കണത്. അവന് കേൾക്കണ സൂക്തമല്ല. അവൻ ഈ പോത്തെന്തിന് വെറുതെ ഒച്ച വെക്കണം പറഞ്ഞിട്ട് കയ്യിലുള്ള ചാട്ട കൊണ്ട് 4 അടി അടിക്കും. അടിക്കുമ്പോൾ ജ്ഞാനേശ്വരം പൊളഞ്ഞ് നിലത്ത് വീഴും. അദ്ദേഹത്തിൻ്റെ ദേഹത്താണ്. ഐക്യബോധം, ബ്രഹ്മബോധമുള്ള ഒരാൾക്ക് സംഭവിക്കുന്നതാണ്. എന്നിട്ട് തനിക്ക് പൂണൂലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്. 18 വയസ്സിൽ ശരീരം വിടുകയും ചെയ്തു. ഗീതയ്ക്ക് ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഭക്തിയുടെ അടിസ്ഥാനത്തൊരു ഭാഷ്യം ജ്ഞാനേശ്വരി, മഹാരാഷ്ട്രയിൽ ചെന്നാൽ ജ്ഞാനേശ്വരി കഴിച്ചിട്ടേ ഉള്ളൂ. ഇന്നും ജ്ഞാനേശ്വരനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരലൊക്കെ ഉണ്ട് ഈ ചടങ്ങുകളുടെയൊക്കെ ഓർമ്മയ്ക്ക്. ഇരിക്കണ മതിലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മതിലേ നമുക്ക് അവിടെ പോകാൻ പറഞ്ഞിട്ട് മതിലോടുകൂടി പോയാളാ. എണീക്കാൻ വയ്യ മൂപ്പർക്ക്. അതുകൊണ്ട് ചെറുപ്പത്തിൽ അനിയത്തി മൂപ്പര് വരുന്നു, വലിയ കമ്പനി. അപ്പോൾ ജ്ഞാനേശ്വരൻ്റെ ബ്രഹ്മബോധത്തിനെ പറ്റി പറഞ്ഞതാണ്. ഈ മന്ത്രം, ഈ 2ാമത്തെ ശ്ലോകം, ഏവം ദുർലഭ്യവസ്തു എന്നുള്ള ഈ ശ്ലോകം നിത്യം ചൊല്ലിയാൽ ശരണാഗതി ഉണ്ടാവും, സമർപ്പണ ബുദ്ധി ഉണ്ടാവും. നമ്മൾ വൈഖാനസ വൈഷ്ണവത്തിൽ പ്രപത്തി പറയും, വെങ്കടേശ പ്രപത്തിയൊക്കെ കേട്ടിട്ടില്ലേ? ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഇരിക്കുക, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആ പ്രപത്തി, ആ ശരണാഗതി പൂർണ്ണമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മന്ത്രമാണത്. കാരണം ഈ ഏവം ദുർലഭ്യവസ്തു എന്നുള്ള ശ്ലോകം നമ്മൾ പോലും അറിയാണ്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ അഹങ്കാരത്തിലും നമ്മുടെ മനസ്സിലുമാണ്. അതിനെ നിരന്തരമായിട്ട് നമ്മൾ ജപിക്കുമ്പോൾ, ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഡൂവർഷിപ്പ്, കർത്തൃത്വബോധം, ഞാൻ ചെയ്യണു, ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല, ഇത് രണ്ടും കർത്തൃത്വബോധമാണ്, അതില്ലാണ്ടാവും. മാത്രമല്ല നമ്മുടെ സാധാ ബുദ്ധിശക്തി ഒന്നുമല്ല എന്നും ഈ പ്രപഞ്ചം ഭരിക്കുന്ന ഒരു വലിയ കോസ്മിക് ഇൻ്റലിജൻസ്, ഒരു വലിയ ഡിവൈൻ ഇൻ്റലിജൻസ്, ഒരു മഹാബുദ്ധി ഉണ്ട്, അതിനെയാണ് ഞാൻ ആശ്രയിക്കണത് എന്നുള്ള പൂർണ്ണബോധം നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യും. മൃദുവായിട്ടുള്ളൊരു താളത്തിലാണ് പോണത് ഈ ശ്ലോകം. ന മ ല, ഈ 3 അക്ഷരങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ മന്ത്രശാസ്ത്ര പ്രകാരം മനസ്സിന് സ്ഥിരതയുണ്ടാവും. ഏവം ദുർലഭ്യവസ്തുനഭി സുലഭതയ ല മ ന, ഇതിങ്ങനെ ആവർത്തിച്ച്, ഈ 3 അക്ഷരമാണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഇതിങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ മനസ്സിന് സ്ഥിരത വരും. അതുകൊണ്ട് ഡിപ്രഷൻ, സിക്നസ് ഉള്ളവർ, അവർക്ക് ഇത് വളരെ വിശേഷമാണ്. വെറുതെ ചെല്ലിയാൽ മതി. ആ മന്ത്രശബ്ദത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള പരിവർത്തനം വരും. ഭക്തി വർദ്ധിപ്പിക്കണം എന്നുള്ളവർക്ക്, ശരണാഗതി വർദ്ധിപ്പിക്കണം എന്നുള്ളവർക്ക് ഭഗവാന്റെ അടുത്തത് ചൊല്ലി നമസ്കരിക്കാം. ഏവം ദുർലഭ്യവസ്തുവിനഭി സുലഭതയാ ഹസ്തലബ്ധേ യദജ്ഞത് എന്നുള്ള ആ ശ്ലോകം ദിവസം ഇത് ചൊല്ലുമ്പോൾ അനാവശ്യ ആഗ്രഹങ്ങൾ മുളയ്ക്കില്ല. ആഗ്രഹങ്ങൾക്ക് അടുക്കും ചിട്ടയും വരും.
ഇത് കുട്ടികൾ നമ്മുടെ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ ചൈനീസ് റോക്കറ്റിൻ്റെ പെട്ടി കൊണ്ടുപോയിട്ട് റോട്ടിൽ വെച്ച് കൊളുത്തുമ്പോൾ അത് ചറ പറയെ പറഞ്ഞിട്ട് പോകും. അതുമാതിരിയാണ് നമ്മുടെ മനസ്സ്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും പടക്കം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലേ? അതൊക്കെ മാറി അതിനൊരു അടക്കം വരും എന്നാണ് പറഞ്ഞത്. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെ അടിച്ചമർത്താൻ ഭട്ടതിരി പറയണില്ല. ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ, ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങൾ വേണം, പക്ഷേ അത് തനിയെ തോന്നണ പോലെ വരരുത്. അതിനൊരു മുൻഗണനാക്രമം കൊടുക്കണം, അതിനെ അടുക്കും ചിട്ടയുള്ളതാക്കണം. ആഗ്രഹം വേണ്ടാന്നല്ല, ആഗ്രഹത്തിനൊരു ക്രമം കൊടുക്കുക. ഇത് ഇപ്പം ചെയ്യേണ്ടത്, അടുത്ത് ചെയ്യേണ്ട. അല്ലാണ്ട് എല്ലാം കൂടെ വലിച്ചു വാരി ഭഗവാനെ അതും ഇതും 10 ഉറുപ്പ്യക്ക് പുഷ്പാഞ്ജലിയും നടത്തണം, കലശവും നടത്തണം, കൊടികയറ്റി ഉത്സവവും നടത്തണം പറഞ്ഞാൽ നടക്കില്ല. അത് എന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക പേഴ്സിൽ നിന്ന്. കണ്ടിട്ടില്ലേ? ഇങ്ങനെ ചുരുട്ടി മാക്സിമം ഏറ്റവും മോശം നോട്ട്. ഗുരുവായൂരെ പലപ്പോഴും ഇപ്പോൾ ആർക്കൊക്കെ അറിയാം, ആ നോട്ട് നിരോധനം കഴിഞ്ഞിട്ടുള്ള നോട്ട് മുഴുവൻ റിസർവ് ബാങ്കിലല്ല പോയത്, ഗുരുവായൂരപ്പനാണ് കിട്ടിയത്. ആർക്കും വേണ്ടാത്തത് ഗുരുവായൂരപ്പന്. കറവ് പറ്റിയ പശു ഗുരുവായൂരപ്പന് കുറേ ഗോശാല ഉണ്ടെന്നൊക്കെ ഇവിടെ വലിയ ഡമ്പ് പറയും. ഗുരുവായൂരപ്പൻ അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ഗുരുവായൂരപ്പൻ മിൽമയുടെ പാല കുടിക്കണം. അദ്ദേഹം മിണ്ടാപ്രാണികളെ മരണാവസാനം, ആ മരണം വരെ സേവിപ്പിക്കണം നമ്മളെ കൊണ്ട്. വേങ്ങാടാണെങ്കിലും കാവീടിലാണെങ്കിലുള്ള ഗോശാലകളിലൊക്കെ മിക്കതും വീട്ടിൽ കറവ് പറ്റിയിട്ട് ആ ഗുരുവായൂരപ്പനെ കൊണ്ടു കൊടുത്തിട്ട് ഞങ്ങൾ ഗുരുവായൂരപ്പന് പശുവിനെ കൊടുത്തു എന്ന് പറയും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് മോശമുണ്ടോ, പൊട്ടിയതുണ്ടോ, കേടുവന്നുണ്ടോ, നമ്മൾ തന്നെ ചെയ്യല്ലേ? വീട്ടിൽ പൊട്ടിയ ഫോട്ടോ, പൊട്ടിയ പ്രതിമ അമ്പലത്തിൽ കൊണ്ടിടും, അല്ലേ? ഒന്നും വേണ്ട, അതാ പുഴയുടെ നോക്കിയാൽ മതി. ദ്രോഹമാണ് ചെയ്യണത്. ഇതിൻ്റെ ഒക്കെ ഫലം ചില്ലറയല്ല. ഇതിങ്ങനെ കൊണ്ടേ കളയുമ്പോൾ നിങ്ങൾക്കതിന് ഒഴുക്കെങ്കിലും ചെയ്യാം, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ. അവിടെ എത്ര മനോഹരമായിട്ടൊരു നദീതീരം. കൽപ്പാത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ആകെ സങ്കടം തോന്നും. നമ്മൾ നന്നായിട്ട് ഗ്രാമം മെയിൻറ്റെയിൻ ചെയ്യണവരാ, ആചാരങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണവരാ, കമ്പയർ ടു മെനി അതർ പ്ലേസസ്. നമ്മുടെ ക്ഷേത്രങ്ങൾ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മുടെ നദിയെ നമ്മൾ വളരെ മോശമായിട്ടാണ് നോക്കണം. ഈ നദി ഇല്ലെങ്കിൽ ഈ ഗ്രാമമില്ല. ഭഗവാന്റെ 3ാമത്തെ പത്നിയാണ്. ഞാൻ ദിവസം രാവിലെ ഒരു ശ്ലോകം ചൊല്ലുന്നുണ്ട്. അത് ഇവിടുത്തെ സ്വാമിക്ക് വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ 2 ശ്ലോകമാണത്. പഠിക്കുന്ന കാലത്ത്, അന്ന് നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല, ഞാൻ ശേഖരിപുരത്ത് താമസിക്കുന്ന കാലമാണ്. ഞാൻ ഇവിടെ വന്ന് തൊഴും. ആ ശ്ലോകമാണ് ഞാൻ ചെല്ലണത്. അത് തുടങ്ങണ തന്നെ ഭഗവാന്റെ 3ാമത്തെ പത്നിയാണെന്ന് പറഞ്ഞിട്ടാണ്. ആ 3ാമത്തെ പത്നിയുടെ അടുത്ത് 2 പത്നിമാരെയും കൊണ്ട് വന്നിരുന്നതാണ് 12ാം നൂറ്റാണ്ടിൽ. ഈ പ്രദേശത്തെ ആദ്യത്തെ ആളാണ്. പിന്നെ ഏറ്റവും പഴക്കമുള്ള ആളാ ശാസ്താവാണ്. ആ ശാസ്താവിൻ്റെ സ്ഥലമായിരുന്നു ഇത് മുഴുവൻ. ബാക്കിയുള്ളവരൊക്കെ പിന്നെ വന്നവരാണ്. ചാത്തപുരത്തപ്പനാണെങ്കിലും വിശ്വനാഥസ്വാമി ആണെങ്കിലും ഒക്കെ മച്ച് ലേറ്റർ, ഓൾമോസ്റ്റ് 250 years ലേറ്റർ, 2 സെഞ്ചുറിക്ക് ശേഷം വന്നവരാണ് അവരൊക്കെ. പക്ഷെ ആദ്യം വന്ന ആളാ. ഇവിടുത്തെ കാട് വെട്ടിത്തെളിച്ച് ആദ്യമുണ്ടായ ക്ഷേത്രങ്ങൾ. അവിടെ വന്നിരിക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒരു സെറ്റിൽമെൻറ്റ്, ശുദ്ധജലത്തിൻ്റെ ലഭ്യത, അല്ലേ? അത് എവിടുന്നാണ് വരണത്? ആ നദിന്നാണ് വരണത്. കരമുട്ടി ഒഴുകിയിട്ടുണ്ടാവും ആ കാലത്ത് ഈ നദി. ആ തടത്തിൻ്റെ ആഴം കണ്ടാൽ നമുക്കതറിയാം, അല്ലേ? അതിൻ്റെ വരിയാണ്. 2 ക്ഷേത്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കടവ് കിടക്കണം കണ്ടാൽ. സത്യം പറഞ്ഞാൽ ഗ്രാമം ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കണം. പുറത്തുനിന്നൊന്നും ആരുടെയും ആവശ്യമില്ല. ആ നദീതീരം ശുദ്ധമാക്കി സൂക്ഷിക്കുന്നത് തന്നെ മാണിക്യവാചക സ്വാമികൾ അല്ലെങ്കിൽ തിരുനാവുക്കരശരൊക്കെ ചെയ്തിരുന്ന മാതിരിയുള്ള ഒരു ഈശ്വര സേവ പോലെയാണ്, അല്ലേ? ചൂലും മുറവും കൊണ്ടൊറ്റല്ലേ നടന്നിരുന്നത്? അപ്പരല്ലേ നടന്നിരുന്നത്? അതുപോലെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഈ നദിയുടെ തീരത്ത് നമ്മുടെ ഇവിടുന്ന് ഇറക്കത്തിലും ചാത്തപുരം ഇറക്കത്തിലും 2 ക്ഷേത്രങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അതിൻ്റെ സാന്നിധ്യമൊന്നും ഇന്നും പോയിട്ടില്ല. അതൊക്കെ നല്ല വിശേഷമായിട്ട് അഷ്ടമംഗല്യ പ്രശ്നം വെച്ച് നോക്കിയാൽ കിട്ടും. സാധനയുള്ള ആൾക്കാർ ഈ ഗ്രാമത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ പലരും കണ്ടിട്ടുമുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട് ഇവിടെ നടക്കുന്ന ദേവതാ ചൈതന്യങ്ങൾ എന്താണെന്ന് ആ പുഴയുടെ തീരത്ത്. അപ്പം ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ നദിയെ ശുദ്ധമാക്കി വെച്ചാൽ ഇനിയും അഭിവൃദ്ധി നമ്മുടെ ഗ്രാമത്തിനുണ്ടാവും, സൗഭാഗ്യം ഉണ്ടാവും, യാതൊരു സംശയമില്ല. അപ്പോൾ അതൊന്ന് ഈ സന്ദർഭത്തിൽ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് ചെതറിപ്പോയതുപോലെയോ ഭാരിച്ചു നിൽക്കണ കടമകളിലോ നമ്മൾ വലഞ്ഞിരിക്കുമ്പോൾ ചിലപ്പോൾ പറയും എൻ്റെ മനസ്സ് സ്കാറ്റേഡാണ്, ആകെ തകർന്നിരിക്കുകയാണ് ഞാനെന്ന് പറയും. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതാദ്യം ചെയ്യണം, ഏത് ചെയ്യണ്ട. ഒന്ന് തുടങ്ങുമ്പോഴേക്കും അടുത്തത് വരും, ഒന്ന് കഴിയുമ്പോഴേക്കും വേറൊന്നുണ്ടാവും. ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെ ഇരിക്കുമ്പോൾ
നമ്മൾ ചെല്ലേണ്ട ശ്ലോകതാണ്. കാരണം നമ്മുടെ അകത്ത ഭാരം ഗുരുവായൂരപ്പനാകണ വിശ്വചൈതന്യമാകുന്ന ആ സ്രോതസ്സിലേക്ക് ആ ഭാരത്തിനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക നമ്മൾ ഈ ശ്ലോകം ചെല്ലുമ്പോൾ. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം നമ്മൾ ചെല്ലേണ്ടത്. അതുകൊണ്ട് ഈ 2 ശ്ലോകം കൈവിടരുത്. ഒരു ശ്ലോകവും കൈവിടരുത്. ഈ 2 ശ്ലോകത്തിനെ കൈവിടരുത് എന്നുള്ളതാണ്. ഗൃഹസ്ഥർക്ക് ഈ ശ്ലോകം ഒരു വലിയ സത്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ജീവിതം പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്ക് പല പ്രോമിസസും തരുന്നുണ്ട്. അത് ചെയ്യാവുന്നതല്ലേ, ഇത് ചെയ്യാവുന്നതല്ലേ, ഈ ഓപ്പർച്യൂണിറ്റിയില്ലേ, അതില്ലേ, ഇതില്ലേ, ഇതൊക്കെ തന്നുകൊണ്ടിരിക്കണം. അതൊന്നുമല്ല പ്രശ്നം. ഇപ്പൊ ഉള്ളതിനെ തന്നെ നമ്മൾ മറന്നു പോകണമെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സോ ടു സ്റ്റാർട്ട് വിത്ത് നമ്മുടെ എന്താ ഉണ്ടായിരുന്നത്? ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ വന്നു ചേർന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വന്തം പേര് പോലും. ആ ഉള്ള ഒന്നിനെ, എന്നുമുള്ള ഒന്നിനെ മറക്കരുത്. അത് കിട്ടിയാൽ നമുക്ക് വ്യക്തത വരും. എന്തും ഭഗവാൻ ആകുന്ന കണ്ണടയിൽ കൂടെ കാണാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് സ്വീകരിക്കണം, എന്ത് തള്ളണം എന്നറിയും. തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ജീവിതത്തിൽ പല പോസിബിലിറ്റീസും ഉണ്ട്. പക്ഷെ ഭഗവാന്റെ കണ്ണിൽ കൂടെ, ഭഗവാനിൽ കൂടെ അത് കാണുമ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടത് എന്തായിരിക്കും? ഞാൻ ഈ ചെയ്യുന്നത് ഭഗവാൻ ഇഷ്ടപ്പെടുവോ? നമ്മൾ സ്നേഹിക്കുന്ന ആളെ മനസ്സ് വിഷമിപ്പിക്കാൻ നോക്കുവോ? നല്ലതും ചീത്തയും ആദ്യകാലത്ത് ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ടേയിരിക്കണം. കുറെ കഴിയുമ്പോൾ ചീത്ത ചെയ്യാൻ മനസ്സ് വരില്ല. അല്ലാണ്ട് ബലം പ്രയോഗിച്ച് നിർത്തരുത്. കുറെ കഴിയുമ്പോൾ തന്നെ ക്ലെൻസിങ് വരും. തെരഞ്ഞെടുപ്പുകൾ എളുപ്പമാവും. നമുക്ക് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. മറ്റേ നമ്മൾ എന്നും ആശയക്കുഴപ്പത്തിലാണ്. എന്തിന്, ഏത് അമ്പലത്തിൽ ഇന്ന് രാവിലെ കുണ്ടമ്പലത്തിൽ പോകണോ അതെവിടെ വരണോ, കൺഫ്യൂഷനാണ്. അത് ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ? പണ്ടത്തെ കാലത്ത് ഇല്ലാത്തൊരു സൗകര്യം ഇന്നത്തെ കാലത്ത് എത്ര കുഴപ്പമുണ്ടാക്കണമെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഇപ്പം മിക്ക വീടുകളിൽ രാത്രി ഭക്ഷണം വയ്ക്കില്ല, സൊമാറ്റോ ആണ്. അപ്പോൾ സൊമാറ്റോയിൽ നോക്കണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ വിശന്നിട്ട് വരുമ്പോൾ അടുക്കളയിൽ ഒന്നുമില്ല. അമ്മയോടോ ഭാര്യയോടോ പോയി ചോദിച്ചാൽ ഞാനൊന്നും വെച്ചിട്ടില്ല, വേണമെങ്കിൽ ഓർഡർ ചെയ്തോളൂ പറയും. പിന്നെ ഈ അച്ഛനും മക്കളും കൂടെ ഫോണും തുറന്ന് വെച്ചിട്ട് ഇരിപ്പുണ്ട്. ഓരോരുത്തർക്ക് ഓരോ റെസ്റ്റോറൻ്റ് എന്ന് വേണം. ഇനി ഒരു റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുത്താൽ തന്നെ അതിൽ അനവധി ചോയ്സാണ്. അതിലേത് വേണമെന്ന് പറഞ്ഞാൽ അടിയാ. അപ്പോഴേക്ക് രാത്രി 10 മണിയാവും. അങ്ങനെ 3 മണിക്കൂർ. അതുകൊണ്ട് ചോയ്സുകൾ കൂടിപ്പോയതുകൊണ്ട് ആകെ ആശയക്കുഴപ്പം. ദിവസവും ഭക്ഷണം ഓർഡർ ചെയ്യണതിന് പോലും കൺഫ്യൂഷൻ. നമ്മുടെ കാലഘട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും പ്രശ്നം വരുന്നതിൻ്റെ കാരണം എന്താ? നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു 4 കോഴ്സ് ഉണ്ട്. ബികോം, എക്കണോമിക്സ് അല്ലേ? പഠിക്കുക, ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, പോവുക, ഇതൊക്കെ തന്നെയായിരുന്നു. ഇന്ന് വെച്ചോളൂ, ഇന്ന് കോഴ്സുകളുടെ പ്രളയമാണ്. കുട്ടികളുടെ കൺഫ്യൂഷനാണ്. കൗൺസിലിങ്ങിന് പോവാണ്. ഏത് കോഴ്സ് എടുക്കണം? ഇനി കോഴ്സ് എടുത്തിട്ട് ഏത് കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് എടുക്കണം? ഒരു കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് കൊടുത്തിട്ട് അവർ 5 സിറ്റി കൊടുത്തിട്ട് ചോദിക്കണം ഇതിൽ ഏത് സിറ്റിയിലാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്ന്. അത് കൺഫ്യൂഷൻ. ആദ്യം 10 കമ്പനി കൊടുക്കണു, അതിൽ ഏതൊരു കമ്പനി സെലക്ട് ചെയ്യണു, ആ കമ്പനി കിട്ടിക്കഴിയുമ്പോൾ 5 സെൻറ്റർ കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോക്കോ. അതും കൺഫ്യൂഷൻ. നമ്മുടെ കാലത്ത് കിട്ടുന്ന സ്ഥലത്ത് പോകണം, അവിടെ പൊക്കോ, മര്യാദയ്ക്ക് പണിയെടുത്തോ, സർട്ടിഫിക്കറ്റ് മേടിച്ചോ പോയിക്കോ എന്നായിരുന്നു. ഇപ്പോൾ ഒക്കെ മാറിപ്പോയി. അതുകൊണ്ട് ചോയ്സുകൾ കൂടി, കൺഫ്യൂഷൻ കൂടി. അപ്പോൾ ഇവിടെ പറയുക, ഈ വ്യക്തത പണ്ടത്തെക്കാട്ടിലും കൂടെ, ഭട്ടതിരിയുടെ കാലത്തിനെക്കാട്ടിലും കൂടുതൽ തിരഞ്ഞെടുക്കുന്നതിൻ്റെ വ്യക്തത നമ്മുടെ കാലഘട്ടത്തിൽ ആവശ്യം. നമ്മുടെ മക്കളുടെ തലമുറയ്ക്കാണ് അത് കൂടുതൽ ആവശ്യം. അതിനുള്ള എളുപ്പമാർഗം എന്താ? ഭഗവാനിലേക്ക് സമർപ്പിക്കുക. ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂസ് ചെയ്യുന്നത് എളുപ്പം. ഏത് വേണ്ട, ഏത് വേണം എന്നുള്ളത് നമുക്ക് കിട്ടും എന്ന് പറയണം. ലോകത്തിനെ തള്ളിക്കളയാൻ പറയണില്ല. മറ്റുള്ളവരോട് വെറുപ്പില്ല. ചില സാധകന്മാരുണ്ട്, ബാക്കിയുള്ളവരോട് പുച്ഛവും വെറുപ്പുമാണ്. അല്പജീവികൾ, പുഴുക്കൾ, ഞങ്ങൾ ഭയങ്കര സാധകർ എന്നൊക്കെ പറഞ്ഞ് നടക്കും അല്ലേ? ഇപ്പം ഞാൻ ഇന്നാൾ, ഇതിപ്പോൾ 3ാമത്തെ സ്ഥലത്താണ് പറയണത്, കോമഡിക്ക് പറയട്ടോ. ഞാൻ പനയനാർക്കാവ് പോയി, പരിമല 13 ശാക്തേക്കാവുകളിൽ ഭദ്രകാളി കാളിയുടെ ഗംഭീര സ്ഥലങ്ങളിലൊന്നാണ്. രുചിത്ത് വിധാനത്തിലിരിക്കണ കൊടുങ്ങല്ലൂരൊക്കെ പോലെ തെക്കൻ കേരളത്തിൽ. അമ്മയെ നോക്കാൻ തന്നെ ഒന്ന് പേടിക്കും. അമ്മാതിരി ഭഗവതിയാണ്. പണ്ട് നരബലി ഉണ്ടായിരുന്ന സ്ഥലമാണ്. 12 കന്യകമാരെ എല്ലാ മണ്ഡലത്തിലും കൊടുത്തിരുന്ന സ്ഥലമാണത്. ബലിയായിട്ട്, ചില്ലറ സ്ഥലമല്ല. അമ്മയുടെ മുന്നിൽ നിന്നിട്ട് നമ്മൾ പുഴുവിനെ പോലെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അറിയാണ്ടൊന്ന് പുറകിലേക്ക് കാല് വന്നു. അപ്പം നമുക്കൊക്കെ വയസ്സായി വരികയാണല്ലോ. അപ്പോൾ കാല് പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ല. ഞാൻ ഒരാളുടെ മുണ്ടി ചവിട്ടി. അയാൾ ഒരു കറുത്ത മുണ്ട് കൊടുത്തിട്ട്, ഇതൊന്നുമല്ല, സ്വാമിയൊന്നുമല്ല, തലയൊട്ടി മാലയൊക്കെ ഇട്ടിട്ട്, എന്നുവെച്ചാൽ സിദ്ധനൊന്നുമല്ല, മൂപ്പര് നല്ല അസല് വില കൂടിയ ഫോണ്, കയ്യിൽ കുറേ മോതിരം, വാച്ച്,
കറുത്ത കുറി ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു മോഡേൺ നിയോ സോഷ്യൽ മീഡിയ സ്വാമിയാണ് തോന്നുന്നു. ഞാൻ ചവിട്ടിയപ്പോൾ പുള്ളി എന്നെ അങ്ങോട്ട് ദഹിപ്പിക്കണ മാതിരി, ഞാൻ കാളയുടെ ഭക്തനാണ്, നിന്നെ ഞാൻ ഭസ്മാക്കും എന്ന മാതിരി ഒരു നോട്ടം നോക്കി. ഞാൻ വിചാരിച്ചു, അമ്മേ ഇങ്ങനത്തെ പട്ടികളാണോ ഇപ്പം നീ പ്രസവിക്കണത് എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് തിരിച്ചു പോന്നു. ഈ പുച്ഛഭാവമാണ്. ഒരു സാധാരണക്കാരൻ കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരുത്തരെ കണ്ട, നീയൊക്കെ പുഴു, നിനക്ക് എവിടെ അവസരം, ഞങ്ങളൊക്കെയാണ് ഭഗവാന്റെ ആൾക്കാർ. ഗുരുവായൂർ പോയി അങ്ങനത്തെ അവതാരങ്ങൾ ഇഷ്ടംമാതിരി കാണാം. അതേ ഉള്ളൂ, ഇഷ്ടംമാതിരി കാണാം. അപ്പോൾ അവിടെ ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ നട്ടല് കുറച്ചുകൂടെ ബാക്കിലേക്ക് ഇങ്ങനെ വളഞ്ഞാൽ നിൽക്കുക. ഇങ്ങനെ വളയണം, പക്ഷെ ഇങ്ങനെ നിൽക്കുക. ഭട്ടതിരി അങ്ങനെയുള്ള ആളല്ല. അദ്ദേഹം ലോകത്തിനെ കളിയാക്കുന്നില്ല, നമ്മളെ കളിയാക്കുന്നില്ല, ആരെയും കളിയാക്കുന്നില്ല, വെറുപ്പുമില്ല. പക്ഷെ സ്രോതസ്സിൽ പോയിട്ട് ശാന്തമായിട്ട് അവിടെ ഉറച്ചു നിൽക്കാനാ പറഞ്ഞു. ഭഗവാന്റെ പാദത്തിൽ പോയിട്ട് അടിമലരിണ തന്നിൽ പണിത് നിൽപ്പൂ എന്നൊക്കെ നമ്മൾ പറയും. ഈ അടിമലരിണ എന്ന് പറയുന്നതിൻ്റെ എന്താ, ഈ മനസ്സിനെ അവിടെ കൊണ്ട വെക്കാനാ പറഞ്ഞു. അതിനെ അവിടെ കൊണ്ട വെക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. ഒരിക്കലെങ്കിലും സത്യസന്ധമായിട്ട് ഒന്ന് പറയോ, ഞാൻ അങ്ങയിൽ മാത്രം അഭയം പ്രാപിക്കണോ ഭഗവാനെന്ന് ഒരിക്കലെങ്കിലും എന്നാ ഭട്ടതിരി ചോദിക്കണം നമ്മുടെ അടുത്ത്. കാരണം അങ്ങനെ നമ്മൾ എന്ന് സത്യസന്ധമായിട്ട് ആദ്യം പറയണോ, ആ നിമിഷം നമ്മൾ നമ്മളെയും സുഖപ്പെടുത്താൻ തുടങ്ങും, ലോകത്തിനെയും സുഖപ്പെടുത്താൻ തുടങ്ങും. എല്ലാ രോഗങ്ങളുടെയും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. ഭഗവാനെ ഞാൻ അങ്ങയിൽ ആത്മാർത്ഥമായിട്ട് അഭയം പ്രാപിക്കണമെന്ന് ഒരു തവണ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. ഒരൊറ്റ തവണ. ഗുരുഭവന പുരേ മേവാശ്രയാമ എന്നൊക്കെ പറയും അല്ലേ, ഗുരുഭവന പുരേശ മേവാശ്രയാമ എന്നൊക്കെ നമ്മൾ പറഞ്ഞ ചില വാക്കുകളൊക്കെ കണ്ടിട്ടില്ലേ. വെറുതെ ഞാൻ ആശ്രയിക്കണമെന്ന് നമ്മൾ വായിച്ചു പോവാണ്. ആ അകത്ത് സംസ്കൃതം ഉണ്ടോ ഇല്ലയോ, ഇംഗ്ലീഷാണോ ഇല്ലയോ, ഹിന്ദിയാണോ ഇല്ലയോ, അതൊന്നുമല്ല. ആ ഭാവം ഉണ്ടോ, ആ സമർപ്പണം ഉണ്ടായാൽ ചേലപ്പറമ്പനെ പോലെ അവശേഷിച്ചിട്ടുള്ള മണിക്കൂർ നേരത്തിലും മോക്ഷം കിട്ടാം. 90 എത്രയോ വയസ്സ് വരെ സ്ത്രീലമ്പടനായിട്ട് ജീവിച്ചിട്ട് അത് തിരിച്ചറിഞ്ഞ നിമിഷം ഗുരുവായൂരപ്പനിൽ ലയിച്ചു പോയിട്ടുള്ള ആളാണ് ചേലപ്പറമ്പൻ. ഭഗവാൻ തന്നെ പരീക്ഷിച്ചതാണ് അദ്ദേഹത്തിനെ. അദ്ദേഹം ഒരു ദിവസം രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ അന്നേ വരെ കാണാത്ത 10, 18, 20 വയസ്സ് പ്രായമുള്ള ഒരു അതിസുന്ദരിയായിട്ടൊരു പെണ്ണ് തൂത്തുവരുന്നു. അവളുടെ പുറകെ കൂടി അവൾ മുറലെ കറങ്ങി തടപ്പള്ളിനുള്ളിൽ കയറി. അപ്പോൾ അവളുടെ പുറകെ തടപ്പള്ളിയിലേക്ക് കയറാൻ പോയപ്പോൾ ഈ വാതിലിൻ്റെ, അവളെ അകത്ത് കാണാനില്ല, ഈ വാതിലിൻ്റെ വിടവിൽ ഒരു കാർമേഘം പോലെ എന്തോ ഒന്ന് ഞെട്ടിയിട്ട് അവിടെ നിന്നു. അപ്പം പറഞ്ഞു അത്രേ, ചേലപ്പറമ്പ അവൾ ആ അടുക്കളയുടെ അടുപ്പിൻ്റെ കല്ലിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നുണ്ട്, ഞാൻ ഇന്നത്തെ ദിവസം അശുദ്ധിയില്ല എന്ന് പ്രഖ്യാപിച്ചോളാം എന്ന് കളിയാക്കി പറഞ്ഞു. അത് ചേലപ്പറമ്പൻ്റെ നെഞ്ചിൽ കഠാര കൊണ്ട് കുത്തിയ പോലെ ആയിരുന്നു. ഉടനെ തന്നെ അദ്ദേഹം ആ കൊടിമരത്തിൻ്റെ അവിടെ ചെന്നിട്ട് ചെല്ലിയ ശ്ലോകം, അബ്ദാർദ്ദേന ഹരിം പ്രസന്നമകരോ ദൗത്താനവാദി ശിശും എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ ഒരു പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമുണ്ട്. ധ്രുവനൊക്കെ വെറും 6 മാസം കൊണ്ടും ഗട്വാങ്കന് എന്ന് പറയുന്ന രാജാവിൻ്റെ കഥയും ഓരോരുത്തർക്കും ഭഗവാൻ മോക്ഷം കൊടുത്തിട്ടുള്ള ചുരുങ്ങിയ കാലം പറഞ്ഞിട്ട്, ഭഗവാനെ എൻ്റെ ആയുസ് അവസാനിക്കാൻ ബാക്കിയുള്ള ഈ വെറും 1/2 മണിക്കൂറാണോ നിനക്ക് എനിക്കൊരു മോക്ഷം തരാൻ ബുദ്ധിമുട്ട് ചോദിച്ച് നമസ്കരിച്ചാണ്, പിന്നെ എണീച്ചില്ല. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് ഈ ഒരു ശ്ലോകം. ഇതൊരിക്കലും കളയരുത് മനസ്സിൽ നിന്ന് മാത്രം പറയണു.